സ്നേഹമുള്ള വിപുലച്ച, സ്നേഹമുള്ള വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, ഈ സന്യാസ വർഷത്തിൽ ഇങ്ങനെയൊരു സമർപ്പിത സംഗമം ഇവിടെ നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്ത ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറച്ചനെയും അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ ഈ ദിവസത്തിൽ എല്ലാവർക്കും ദൈവാനുഗ്രഹവും നന്മയും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ സമർപ്പിത വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ വേക്ക് അപ്പ് ദി വേൾഡ് എന്ന് പറയുന്ന ഒരു പ്രബോധനം അടുത്ത കാലത്ത് ഇറക്കിയിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കും, 2014 ആരംഭിച്ച ഈ സമർപ്പിത വർഷം നവംബറിൽ ആരംഭിച്ചത് നമുക്കറിയാം 2016 ഫെബ്രുവരി മാസത്തിലാണ് അത് സമാപിക്കുന്നത്. അതുകൂടാതെ ഈ കഴിഞ്ഞ മാർച്ച് 13 ദ ഫേസ് ഓഫ് മേഴ്സി, കാരുണ്യത്തിന്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യത്തിന്റെ ജൂബിലി വർഷം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 2 വർഷത്തിന്റെ പ്രാധാന്യത്തിൽ നിന്നുകൊണ്ട് ഈ സമർപ്പണ സന്യാസ മേഖലയെ കത്തോലിക്ക സഭ എന്തിനാണ് സന്യാസത്തെ പറ്റി പഠിപ്പിക്കുന്നത്, സന്യാസത്തിന്റെ ആഴവും അർത്ഥവും എന്താണ് എന്ന് കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളെ, പ്രത്യേകിച്ച് പെർഫെക്തെ കാരിത്താത്തിസ് 1965, അതിനുശേഷം പിന്നീട് വന്നിരിക്കുന്ന വീത്ത കോൺസെക്രാത്ത, അതിനുശേഷം 2008 വന്നിരിക്കുന്ന, അതായത് അനുസരണവും സന്യാസത്തിലെ അനുസരണവും അധികാരവും എന്ന് പറയുന്ന മറ്റൊരു ഡോക്യുമെന്റ്, ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന വേക്ക് അപ്പ് ദി വേൾഡ്, ഉണരുക, ഉണർത്തുക. അപ്പൊ ഈ 4 ഡോക്യുമെന്റുകളുടെ പ്രബോധന രേഖയുടെ വെളിച്ചത്തിൽ എന്താണ് സന്യാസം, സന്യാസത്തിലൂടെ സഭ എന്താണ് ആഗ്രഹിക്കുന്നത്, സന്യാസത്തിൽ നിന്ന് സഭ എന്ത് പ്രതീക്ഷിക്കുന്നു, ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രഭാഷണത്തിൽ ഞാൻ പ്രധാനമായിട്ടും ഈ 4 ഡോക്യുമെന്റുകളെ ബേസ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെർഫെക്തെ കാരിത്താസ്, സ്നേഹത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്ന 2ാം വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റ് തൊട്ട് ഈ അവസാനം എത്തി നിൽക്കുന്ന ദ ഫേസ് ഓഫ് മേഴ്സി, കാരുണ്യത്തിന്റെ മുഖം എന്ന് പറയുന്ന ഡോക്യുമെന്റുകളിലെല്ലാം സന്യാസ സമൂഹത്തെ പറ്റി പറയുന്നത് സന്യാസം സാക്ഷ്യമാണ്. തനിയെ ജീവിക്കാനുള്ളതല്ല, തനിച്ച് ജീവിക്കാനുള്ളതല്ല, ഒരു കൂട്ടായ്മയായി നിന്നുകൊണ്ട് ദൈവജനത്തിന് പ്രേരണയും പ്രചോദനവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സന്യാസ സമൂഹങ്ങൾ സഭയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ഈ ഡോക്യുമെന്റ് വേക്ക് അപ്പ് ദി വേൾഡ്, ഉണരുക, ഉണർത്തുക. എന്താണ് സന്യാസം എന്നുള്ള കൃത്യമായ രീതിയിൽ, വളരെ ഭംഗിയായ രീതിയിൽ ഈ ഡോക്യുമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഉണരുക, ഉണർത്തുക, വേക്ക് അപ്പ് ദി വേൾഡ്. നീ ഉണർന്നാൽ നിന്റെ നാടുണരും, നിന്റെ സമൂഹം ഉണരും. അതുകൊണ്ട് ഞാൻ ഉണരണം, നമ്മുടെ സമൂഹത്തെ ഉണർത്തണം. എന്തിനാണ് സന്യാസം? ദൈവജനത്തിന് പ്രേരണയും പ്രചോദനവും കൊടുക്കുന്ന രീതിയിൽ ക്രിസ്തീയ ജീവിതം അതിന്റെ തനിമയിൽ ജീവിച്ചു കാണിക്കുക. അതായത് ദൈവജനത്തിന്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ജീവിതമാണ്. വീത്ത കോൺസെക്രാത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മലയിൽ പണിയപ്പെട്ട കെട്ടിടം, അതോടൊപ്പം തന്നെ പീഠത്തിൽ പ്രതിഷ്ഠിച്ച വെളിച്ചം. ഈ 2 ഉപമയാണ് വീത്ത കോൺസെക്രാത്തിൽ എടുത്തു വയ്ക്കുക. ഒന്ന്, മലയിൽ പണിയപ്പെട്ട പട്ടണം, അതെല്ലാവർക്കും വേണ്ടി കാണാനാണ്. തനിയെ ജീവിച്ച് സായുജ്യ പണിയാനല്ല, ഇത് സമൂഹത്തിൽ ജീവിക്കാൻ, മറ്റുള്ളവർക്ക് പ്രേരണയും പ്രചോദനവും കൊടുക്കുവാൻ വേണ്ടി ദൈവജനത്തിന്, ടു ഇൻസ്പയർ ദ എൻ്റയർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ക്രിസ്തീയ സമൂഹത്തിന് പുളിമാവായി മാറുവാൻ, മിശിഹായുടെ പരിമളമായിട്ട് മാറുവാൻ, ദൈവജനത്തെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സന്യാസം സഭയിൽ സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ ഈ 4 ഡോക്യുമെന്റുകൾ, സ്നേഹത്തിന്റെ പൂർണ്ണത, പെർഫെക്തെ കാരിത്താസിസ്, അതോടൊപ്പം തന്നെ പിന്നെ വീത്ത കോൺസെക്രാത്ത, സന്യാസ സമർപ്പണം, സന്യാസത്തിൽ അനുസരണത്തിന്റെയും അധികാരത്തിന്റെയും സർവീസ് ഓഫ് അതോറിറ്റി ആൻഡ് ഒബീഡിയൻസ് ഇൻ ദി ചർച്ച്, ഇനി അവസാനമായിട്ട് വന്നിരിക്കുന്ന വേക്ക് അപ്പ് ദി വേൾഡ്. ഈ 4 ഡോക്യുമെന്റുകളിലും വളരെ അടിവരയിട്ട് കത്തോലിക്ക സഭ പറയുകയാണ് സന്യാസത്തെ പറ്റി സഭയ്ക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ അതിനെ മനസ്സിലാക്കാറുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അവിടെ സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് സന്യാസം എന്തിനാണ് സഭയിൽ. 250 വീടുകളുള്ള ഒരു ഇടവകയില് 251ാമത്തെ ഒരു വീടായിട്ട് തുടരാനല്ല. ഈ 251 വീടുകൾക്കും പ്രേരണ കൊടുക്കാൻ, എന്തിന്റെ കാര്യത്തിൽ? വിശ്വാസ ജീവിതത്തിന്റെ കാര്യത്തിൽ, ടു ഇൻസ്പയർ ദ എൻ്റയർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. വിശ്വാസ ജീവിതത്തിൽ പ്രേരണ കൊടുക്കാൻ, പ്രചോദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സന്യാസ സമൂഹങ്ങൾ സഭയിൽ സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് വീത്ത കോൺസെക്രാത്ത പറയുക, സന്യാസം എന്ന് പറയുന്നത് സഭയുടെ ഹൃദയമാണ്, ഇടവകയുടെ ഹൃദയമാണ്. ഹൃദയത്തിന്റെ ജോലി എന്താണ്? മറ്റ് അവയവങ്ങളിലേക്ക് രക്തം എത്തിച്ചു കൊടുക്കുക, ശുദ്ധരക്തം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഇടവക സമൂഹത്തിലെ എല്ലാ ജനത്തിനും വിശുദ്ധിയുടെ വെളിച്ചം പകർന്നു കൊടുക്കാനായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് സന്യാസ സമൂഹങ്ങൾ. ഇത് പുറമ്പോക്കിൽ കഴിയാവുന്നതല്ല, ഇത് സഭയുടെ ഹൃദയമാണ്. ദൈവജനത്തിന് പ്രേരണ കൊടുക്കാൻ,
പൗരോഹിത്യ ജീവിതത്തിന് ഉറകൂട്ടി കൊടുക്കാൻ, സമർപ്പണ ജീവിതം മറ്റു സമർപ്പണ ജീവിതങ്ങൾക്കൂടെ പ്രേരണ കൊടുക്കാൻ, ആത്മായ ജീവിതങ്ങൾക്ക് കുറച്ചൊരു വെട്ടവും വെളിച്ചവും കൊടുക്കുവാൻ വേണ്ടി മുമ്പിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. മുഞ്ഞുകുത്തി കിടക്കാനല്ല, മുമ്പിൽ നിൽക്കാൻ, മുമ്പിൽ നിന്ന് നയിക്കാൻ. ടു ഇൻസ്പയർ ദ എൻ്റയർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. സന്യാസം സമം സാക്ഷ്യം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സന്യാസം എന്ന് പറയുന്നത് സമൂഹാത്മകമായിട്ട് സാക്ഷ്യം വഹിക്കാനുള്ളതാണ് സന്യാസിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ് പറയുന്നത്, ഈ ഡോക്യുമെന്റ് മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. വേഗത്തിൽ വേണം, ഉണരുക, ഉണർത്തുക. അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, സഭയിലെ എല്ലാ അഭിഷിക്തരോടും സന്യസ്തരോടും പറയുകയാണ്, ഈ ഒരു കാലഘട്ടത്തിൽ ഈ സന്യാസ വർഷത്തിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1, തിരിഞ്ഞു നോക്കുക. നമ്മളെല്ലാവർക്കും ഇരിക്കുന്ന എല്ലാ സന്യസ്തരായ എല്ലാ വ്യക്തികൾക്കും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് അഭിമാനിക്കേണ്ട നല്ലൊരു ഭൂതകാലം കിടപ്പുണ്ട്. എന്തിനോർത്താണ് പറയുന്നത്? അത് നമ്മുടെ സഭാപിതാക്കന്മാര്. ആരാണ് ഈ സഭാപിതാക്കന്മാര്? ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു സഭയുടെ ഏതെങ്കിലും പ്രത്യേകമായ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട്, ഒരു കുറവ് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് കൊടുത്ത ദാനമാണ് ഈ കാരിസം എന്ന് പറയുന്നത്. കാരിസം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ ദാനമാണ്. വിത്ത കോൺസെപ്റ്റ് അത് കൃത്യമായിട്ട് പറയുകയാണ്. കാരിസം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ ദാനമാണ്. അത് ആർക്കും പ്രത്യേക സന്യാസമൂഹത്തിന് മാത്രമാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ആ ദൗത്യം ആഗോള സഭയ്ക്ക് വേണ്ടി മുഴുവനും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു കൊടുക്കുവാൻ, ജീവിച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്യാസമൂഹം. ഇപ്പൊ ഉദാഹരണം ഇവിടെ ആരാധന സഭക്കാർ ധാരാളം ഇരിപ്പുണ്ട്. എന്താണ് ഈ ആരാധന സഭയുടെ അല്ല ദിവ്യകാരുണ്യ സഭയുടെ കാര്യസ്ഥം? എന്താ? ദൈവജനത്തെ വിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരിക, ബലിയാകുക, ബലിയേകുക. അതിന് ബലം സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. അപ്പൊ ലൂമൻ ജെൻസിയം 11-ാമത്തെ നമ്പറിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, തിരുസഭയുടെ ഡിഗ്രിയൊക്കെ പറയുന്നത് ദിവ്യകാരുണ്യമാണ് സഭയുടെ കേന്ദ്രം. അപ്പൊ ദിവ്യകാരുണ്യ സഭക്കാരെടുത്തിരിക്കുന്ന വ്രതം എന്താണ്? അവരുടെ കാര്യസ്ഥം എന്താണ്? ഈ സഭയില് ഒരു കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കറിയാൻ സാധിക്കും, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയെ ക്ഷയിക്കുന്ന രീതിയിലുള്ള പ്രബോധനങ്ങൾ വന്നപ്പോൾ, ദിവ്യകാരുണ്യം പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ്സുകൾ വളരെ ശക്തമായി വന്നപ്പോൾ, ദിവ്യകാരുണ്യത്തിന്റെ പ്രാധാന്യം കുറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളിലൂടെ ദിവ്യകാരുണ്യമാണ് സഭയുടെ കേന്ദ്രമെന്ന് ഈ വിശുദ്ധാത്മാക്കളുടെ പ്രേരണ കൊടുത്തു. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ ദാനമാണ് കാരിസം എന്ന് പറയുന്നത്. അപ്പൊ കാരിസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ഈ സഭാ സമൂഹത്തിന്, ആഗോള സഭയ്ക്ക്, പ്രത്യേകിച്ച് കേരള സഭയ്ക്ക്, സീറോ മലബാർ സഭയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു വരദാനമാണ് ഈ ദിവ്യകാരുണ്യ സിദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ദൈവജനത്തെ ആത്മായ സമൂഹത്തെയും ആരാധന അല്ലെങ്കിൽ മറ്റ് സന്യാസ സമൂഹങ്ങളെയും വൈദിക ജീവിതത്തെയും എല്ലാം ദിവ്യകാരുണ്യത്തിലേക്ക് കൊണ്ടുവരിക, ബലിയാകുവാനും ബലിയേകുവാനും ബലം നൽകുന്ന ബലമായ വിശുദ്ധ കുർബാനയിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരിക. ജീവന്റെ ഉറവിടമായ ഈ രക്ഷയുടെ നിന്ന് കോരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സന്യാസ കുടികൾ എടുത്തിരിക്കുന്നത്. CMC സഭാംഗങ്ങൾ ഒരു പക്ഷേ വിശുദ്ധ രാമകൃഷ്ണൻ എന്താണ് കേരളത്തിൽ നടന്നത്? ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കറിയാൻ സാധിക്കും, കേരള സഭയിൽ നമുക്കറിയാൻ സാധിക്കും ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ് നമ്മുടെ കേരളം. കേരളം മാത്രമല്ല, ഭാരതം മൊത്തം ഒരു പുരുഷാധിപത്യത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ സഭയുടെ വലിയൊരു കുറവായിരുന്നു സ്ത്രീകളുടെ കാര്യം ആരും പരിഗണിക്കുന്നില്ല, കുഞ്ഞുങ്ങളുടെ കാര്യം ആരും പരിഗണിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ രാമകൃഷ്ണനോട് ഒരു പ്രേരണ കൊടുത്തു, പ്രചോദനം കൊടുത്തു. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഈ സീറോ മലബാർ സഭയിൽ, ഈ ഭാരത സഭയിൽ ഒരു സന്യാസിനി സമൂഹം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സ്ത്രീകളെ കൊണ്ട് തന്നെ സ്ത്രീകളെ ശക്തീകരിക്കുക, എംപവർമെന്റ് ഓഫ് വിമൻ, അതായിരുന്നു ആ സഭയുടെ കാര്യസ്ഥം. ഇന്ന് CMC സഭയ്ക്ക്, കേരള സഭയില്, ഭാരത സഭയില് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി അവർ നിലനിൽക്കുന്നുവെങ്കിൽ ആ സഭയ്ക്ക് ഇന്ന് പ്രസക്തിയുണ്ട്. ഇത് ഭാരത സഭയ്ക്ക്, ലോകസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാൻ സാധിക്കും, അടുത്ത ദേവപ്രാസ്യാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതോടുകൂടി ദൈവം ഈ കാര്യസ്ഥത്തെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് CMI സഭയ്ക്കും അല്ലെങ്കിൽ CMC സഭയ്ക്കും ഒക്കെ കിട്ടിയിരിക്കുന്ന വലിയൊരു അംഗീകാരം. അതോടൊപ്പം തന്നെ നമുക്കറിയാൻ സാധിക്കുന്നു ഫ്രാൻസിസ്കൻ FCC സന്യാസ സമൂഹം ലളിത ജീവിതത്തോടെ ഈശോമിശിഹായിൽ തെളിഞ്ഞു നിന്ന ലളിത ജീവിതത്തിന് ഈ നാട്ടിൽ പ്രാധാന്യമുണ്ടെന്നും, ഈ ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ കമ്പോളത്തിലെ ഉൽപ്പന്നമായിട്ട് വിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലളിത ജീവിതത്തിന് ഉയർന്ന ചിന്തയ്ക്കും പ്രാധാന്യമുണ്ട് എന്ന് സ്വന്തം ജീവിതത്തിലുള്ള ലളിത ജീവിതത്തിന്റെ സ്മോൾ ഈസ് ഗുഡ്, ലളിത ജീവിതത്തിന്റെ പ്രാധാന്യം എടുത്തുയർത്തി കാണിക്കുന്നതാണ് ഫ്രാൻസിസ്കൻ ശരിക്കും അതിന്റെ കാര്യസമത. അത് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് പ്രസക്തിയുള്ളതാണ്. ആഗോള സഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയതാണ് ഈ എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് SH സന്യാസ സമൂഹം, അതായത് അവസരമാത്രവും ആരംഭഹീനരുമായ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമുക്ക് കഥകളിക്കാട്ടിൽ മത്തായി അച്ഛനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുത്തപ്പോഴാണ് അവസരമാത്രവും ആരംഭഹീനരുമായ വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ശക്തി ആവഹിച്ചെടുത്തുകൊണ്ട് ഇവർക്ക് വേണ്ടി തങ്ങളെ തന്നെ ബലിയർപ്പിക്കാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സന്യാസമാണ് SH സന്യാസ സമൂഹമായി.
അപ്പോൾ ഇതെല്ലാം ഈ സഭയിൽ ഒരു ബൊക്കെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്നത് പറഞ്ഞ പോലെ തന്നെ, ഈ ബൊക്കയിലെ പല പൂവുകൾ മനോഹരമായി നിൽക്കുന്നത് പോലെ തന്നെ ഈ കേരള സഭയിലെ ഭാരത സഭയ്ക്ക് തന്നെ പ്രേരണയും പ്രചോദനവും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ സീറോ മലബാർ സഭ. അപ്പൊ അതുകൊണ്ട് ഈ സീറോ മലബാർ സഭയിൽ ഏതാനും ചില സന്യാസങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ കാര്യസ്ഥത്തിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്, നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സഭാപിതാക്കന്മാരുണ്ടായിരുന്നു, മനോഹരമായ ഒരു കാര്യസ്ഥം ഉണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യണം? ഇത് ഓർത്തോണ്ട് എന്റെ ഉപ്പാപ്പായ്ക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അഭിമാനിച്ചിട്ടോ അഹങ്കരിച്ചിട്ടോ കാര്യമില്ല. പുറകോട്ട് തിരിഞ്ഞു നോക്കുക, തിരിഞ്ഞു നോക്കുക. ഒന്ന്. രണ്ടാമതായിട്ട് സഭ പറയുകയാണ്, തിരിച്ചറിയണം. എന്താണ് തിരിച്ചറിയേണ്ടത്? ഈ കാര്യസ്ഥത്തിനോട് നമ്മൾ എന്തുമാത്രം വിശ്വസ്തത പുലർത്തി. SABS-കാരും MCBS-കാരും ദിവ്യകാരുണ്യത്തോട് എന്തുമാത്രം വിശ്വസ്തത പുലർത്തി. ക്ലാരിസ്റ്റുകാർ എന്തുമാത്രം ലളിത ജീവിതത്തോടെ സാക്ഷ്യം വഹിച്ചു. സ്ത്രീ ശാക്തീകരണത്തോടെ എന്തുമാത്രം, അല്ലെങ്കിൽ CMC-കാരും പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി എന്ത് ചെയ്തു. തിരുഹൃദയത്തിന്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ അവസരവാർത്തലും ആലംബഹീനമായ മനുഷ്യർക്ക് വേണ്ടി SH-കാർ എന്ത് ചെയ്തുവെന്ന് ദൈവതിരുസന്നിധിയിൽ ഉത്തരം പറയാനുള്ള സമയമാണ് ഈ സന്യാസ വർഷം. തിരിഞ്ഞു നോക്കുക. ഒന്ന് തിരിഞ്ഞു നോക്കി, രണ്ടാമത് തിരിച്ചറിയുക. തിരിച്ചറിയണം. എന്താണ് തിരിച്ചറിയേണ്ടത്? ഈ സഭയിലൂടെ നൽകപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ആഗോള സഭയ്ക്ക് അഭിമാനിക്കാം, കേരള സഭയ്ക്ക് അഭിമാനിക്കാവുന്ന ഒത്തിരിയേറെ നേട്ടങ്ങൾ നമ്മുടെ ഈ സഭയിലുണ്ട്. ഈ ഭാരതത്തിൽ തന്നെ 70,000 സിസ്റ്റേഴ്സ് ആണ് ജോലി ചെയ്യുന്നത്. ഭാരതത്തിൽ, ഇന്ത്യയിൽ മൊത്തം 70,000 സിസ്റ്റേഴ്സ് ജോലി ചെയ്യുന്നുണ്ട്. 13,000 ഇടവക വൈദികരും 11,000-ഓളം സന്യാസ വൈദികരുണ്ട്. ഏകദേശം ഒരു 95,000 പേരോളം ജോലി ചെയ്യുന്നുണ്ട് ഭാരതത്തിൽ മൊത്തം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 36,500 സിസ്റ്റേഴ്സ് ആണ് അവിടെ ജോലി ചെയ്യുന്നത്. ഒരു 4,500 ഇടവക വൈദികർ, ഒരു 3,500 സന്യാസ വൈദികർ, ഏകദേശം 40,000-ഓളം പേര് ഈ കേരള സഭയിൽ ഇന്ന് ജോലി ചെയ്യുന്നു. അപ്പൊ കൃപയുടെ തിളക്കമാർന്ന സാക്ഷ്യമായി തീരാനാണ് സന്യാസ സമൂഹങ്ങൾ സഭയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, തന്നെ ജീവിക്കാനല്ല, താന്തോന്നിത്തത്തോടെ ജീവിക്കാനല്ല, തന്നിഷ്ടം നിറവേറ്റാനുള്ള ജീവിതശൈലിയുമല്ല, സമൂഹാത്മകമായിട്ട് ദൈവജനത്തിന് പ്രേരണയും പ്രചോദനവും കൊടുക്കുന്ന രീതിയിൽ ക്രിസ്തീയ ജീവിതം അതിന്റെ തനിമയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ് സന്യാസ സമൂഹങ്ങൾ സഭയിൽ സ്ഥാപിതമായിരിക്കുന്നത്. ഇതിന്റെ ചരിത്രം നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും, AD 280 തൊട്ട് 306 വരെയുള്ള കാലഘട്ടത്തിൽ സഭയിൽ, അതിനു മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് പോയാൽ ഈശോമിശിഹായുടെ കാലഘട്ടം തൊട്ട് അന്തർക്രിസ്ത തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ സഭാ ചരിത്രത്തില് ഏകസ്ഥരായിട്ട് ജീവിക്കുന്ന കന്യകമാര്, ബ്രഹ്മചാരികളായിട്ട് ചില പുരുഷന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ട്. സന്യാസം ഒന്നും രൂപപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുക, പറ്റാവുന്ന വിധത്തിൽ ചാരിറ്റബിൾ ആയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏകാന്ത ജീവിതത്തിന്റെയാണ് സന്യാസ ജീവിതത്തിന്റെ ഒന്നാമത്തെ തലം എന്ന് പറഞ്ഞ് ഏകസ്ഥരായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു. അത് 286 തൊട്ട് 306 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച, പ്രത്യേകിച്ച് ഈജിപ്തിലാണ് സന്യാസ സമൂഹത്തിന്റെ ആരംഭം നമ്മൾ കുറിക്കുന്നതായിട്ട് കാണുന്നത്. അവിടെ ജീവിച്ച വിശുദ്ധ അന്തോനീസ് ആണ് സന്യാസത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന. ഈ 286 തൊട്ട് 306 വരെയുള്ള കാലഘട്ടത്തിൽ ഏകാന്ത ജീവിതത്തിൽ അതിപ്രസിദ്ധനായ അനേകം പേരുണ്ടായിരുന്നു. അത് ഏറ്റവും അറിയപ്പെട്ടിരുന്ന, വെൽനോണായിട്ട് അറിയപ്പെട്ടിരുന്നത് ഈ പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ അന്തോനീസാണ്. പാതവാലി അന്തോനീസ് അല്ല, ഈജിപ്തിലെ അന്തോനീസാണ്. 306 ശേഷം 320 വരെയുള്ള രണ്ടാമത്തെ കാലഘട്ടം കത്തോലിക്ക സഭയുടെ ചരിത്രം കൃത്യമായിട്ട് പറഞ്ഞാൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞാൽ 306 തൊട്ട്, അതായത് 320 വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു ഡെവലപ്മെന്റ്. ആദ്യം ഈ ഏകസ്ഥ ജീവിതമായിരുന്നു. ഈ ഏകസ്ഥ ജീവിതം അല്പം കൂടെ ഒരു സമൂഹ ജീവിതത്തിലേക്ക് ചെറിയ തോതി വരികയാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും, അതായത് ഒരു ഗുരു സെന്റേഡ് ലൈഫാണ്. അതായത് ഗുരുശിക്ഷ ബന്ധത്തിന്റെ തലത്തിലേക്ക് ഈ സന്യാസ സമൂഹത്തിന്റെ രണ്ടാമത്തെ സ്റ്റേജ് വരികയാണ്. ഈ അന്തോനീസിനെ പോലെ ആൾക്കാരുടെ അടുത്ത് ആൾക്കാർ ഒത്തിരി പേര് വരാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾ എന്റെ കൂടെ സമൂഹമായിട്ടൊന്നും ജീവിക്കണ്ട, വൈകുന്നേരം നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടോക്ക് നൽകാം, ആത്മീയ കാര്യങ്ങളെ പറ്റി ചർച്ചകളൊക്കെ നൽകി തരാം. ഒരു ദിവസത്തിൽ ഒരു ഡയറക്റ്റ് റിട്രീറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ അതായിരുന്നു രണ്ടാമത്തെ സ്റ്റേജ്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് താമസിക്കേണ്ട, എവിടെയെങ്കിലും ഒക്കെ പുള്ളി കെട്ടി താമസിച്ചോ, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, ആത്മീയ ആവശ്യം വരുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് വന്നാൽ മതി. അതാണ് സന്യാസത്തിന്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് വിശേഷിപ്പിക്കുന്ന ഗുരു സെന്റേഡ് ലൈഫ്. ആദ്യം ഏകസ്ഥ ജീവിതം, രണ്ടാമത് ഗുരു കേന്ദ്രിതമായ ഒരു ജീവിതം. പിന്നെ നമ്മൾ കാണുന്നത് ചരിത്രത്തില് AD 320 പക്കോമീസ് എന്ന് പറയുന്ന വിശുദ്ധനാണ് കത്തോലിക്ക സഭയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സന്യാസ സമൂഹം സ്ഥാപിച്ചത്. 320. ഞാനത് പറയുന്നതിന്റെ കാരണം, ഈ കേരള സഭയിൽ തന്നെ പല മനുഷ്യരും ഏലിയ പ്രവാചകനാണ് ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത്, ഏലീശോ പുണ്യോതിയാണ് ഞങ്ങളുടെ സഭ സ്ഥാപിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ കാര്യം മനസ്സിലാക്കുക, നേരറിയുക, നേരത്തെ അറിയുക, വേണ്ടതറിയുക, അത് വേഗത്തിൽ അറിയുക. സത്യം അറിയുക. AD 320 കത്തോലിക്ക സഭയില് പക്കോമിയസ് ആണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള സന്യാസ സമൂഹങ്ങള്. ഒരേ തരത്തിലുള്ള വസ്ത്രം, ഒരു കമ്മ്യൂണിറ്റി ലൈഫ്, ഭക്ഷണം, ജീവിത രീതികള്, ഈ തരത്തിൽ കാണുന്ന പ്രധാനുഷ്ഠാനത്തിന്റെ ജീവിതത്തിലേക്ക് കമ്മ്യൂണിറ്റി ലൈഫ് അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്നത് AD 320.
അതിനുശേഷം നമ്മൾ മുന്നോട്ട് കാണുന്നത് ഏകദേശം ഒരു 20 വർഷം കഴിഞ്ഞപ്പോൾ 346 ആയപ്പോൾ ഏകദേശം 1000-ഓളം സന്യസ്തർ സഭയിലുണ്ടായതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. 1000-ഓളം സന്യസ്തർ, അതിൽ 9 പുരുഷന്മാർക്ക് വേണ്ടിയുള്ള 9 സന്യാസാശ്രമങ്ങളും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള 2 സന്യാസാശ്രമങ്ങളുമാണ് പിന്നീട് രൂപപ്പെട്ടതായി കാണുന്നത്. ഇനി ഈ സന്യസ്തരങ്ങൾ വരികി കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ, അന്നും ഇന്നും എവിടെയും സംഭവിക്കുന്ന പോലെ, എവിടെയൊക്കെ ക്വാണ്ടിറ്റി കൂടുന്നോ അവിടെ ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്. എല്ലായിടത്തും ബാധിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ അവിടെയും സംഭവിച്ചു. അങ്ങനെയാണ് AD 451 കാൽസിഡോൺ സിനഡ് പറഞ്ഞു, സന്യസ്തർ ഇങ്ങനെ തന്നെ പോയാൽ പോരാ, സന്യസ്തർ സഭയിലെ സൂപ്പർ സ്ട്രക്ചർ ഒന്നും അല്ല, സന്യസ്തർ സഭയ്ക്കുള്ളിലാണ്, സന്യാസം സഭയ്ക്കുള്ളിലാണ്, with the church and within the church. It is strictly ecclesia-centered, it is strictly Christo-centered. എന്ന് പറഞ്ഞാൽ സന്യാസ സമൂഹങ്ങൾ രൂപതയിലെ ബിഷപ്പിനെ മാറ്റി നിർത്തി, രൂപതാധ്യക്ഷനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാനും എന്റെ സുപ്പീരിയർ, ഞാൻ എന്റെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റില്ല എന്ന് AD 451 കാൽസിഡോൺ സിനഡാണ് സന്യാസ സമൂഹങ്ങളുടെ മേൽ നിയന്ത്രണം കൊണ്ടിരുന്ന ചരിത്രത്തിൽ ആദ്യമായി. കാരണം സന്യാസികൾ പറഞ്ഞു, ഞാനും ഞങ്ങളുടെ സുപ്പീരിയർ മതി, ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രാർത്ഥന, ഞങ്ങളുടേതായ ആരാധന, ഞങ്ങൾ അതിലേക്കൊന്ന് പൊയ്ക്കോളാം, നിങ്ങൾക്കൊക്കെ മുമ്പിലൊരു സൂപ്പർ സ്ട്രക്ചർ ആയിട്ട് ഒരു പാരലൽ ചർച്ചായിട്ട് വന്നപ്പോൾ കത്തോലിക്ക സഭ പിടിമുറുക്കുന്നത് 451. ഈ ചരിത്രം അല്പമായിട്ട് വെറുതെ എന്ന് പറഞ്ഞത് ഈ AD 451 തൊട്ട് ചരിത്രം എനിക്ക് പോന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് വത്തിക്കാൻ കോൺഫറൻസ് 1962-65 കാലഘട്ടം വരെ പെർഫെക്റ്റ് കാരിറ്റാസ് എന്ന ഡോക്യുമെന്റ് വരുന്നത് വരെ ഈ സന്യാസ സമൂഹത്തെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് പഠിച്ചാൽ, അനലൈസ് ചെയ്താൽ, അതിന്റെ കെമിസ്ട്രിയും രസതന്ത്രവും ഊർജ്ജതന്ത്രവും അതിന്റെ ഗണിതശാസ്ത്രവും പഠിച്ചാൽ സന്യാസ സമൂഹത്തെ പറ്റിയുള്ള സഭയുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. സന്യാസം സഭയിലാണ്, സഭയ്ക്കുള്ളിലാണ്. ഇതിലെ ഇന്ത്യൻ സന്യാസവുമായിട്ട് ആവശ്യമില്ലാതെ കമ്പയർ ചെയ്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല. 2 വാക്ക്, ഇന്ത്യൻ സന്യാസത്തിൽ സന്യാസം എന്ന വാക്കുണ്ട്, ക്രിസ്തീയ സന്യാസത്തിൽ സന്യാസം എന്ന വാക്കുണ്ട്. എന്നാൽ അവിടെ ചില മൂല്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാമെന്നല്ലാതെ ക്രിസ്തീയ സന്യാസം എന്ന് പറയുന്നത് ഇത് സഭയ്ക്കുള്ളിലാണ്, സഭയിലാണ്, സ്ട്രിക്റ്റ്ലി എക്ലേസിയോ-സെന്റേഡ്. എന്തിനു വേണ്ടിയിട്ട്? ദൈവജനത്തിന് പ്രേരണ കൊടുക്കാൻ, ദൈവജനത്തെ പ്രചോദിപ്പിക്കാൻ, ഒഴിവായി നിൽക്കാൻ, പരിമളമായി മാറുവാൻ, വിളിച്ചു പറയാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായിട്ട് മുമ്പിൽ നിന്ന് നയിക്കാൻ, ചുരുക്കി പറഞ്ഞാൽ പഠിപ്പിക്കാൻ, നയിക്കാൻ, വിശുദ്ധീകരിക്കാനാണ് സന്യാസ സമൂഹങ്ങൾ സഭയിൽ എന്തിനു വന്നത്? സമൂഹമായിട്ട് വന്നു. ഈശോ നമ്മൾ കാണുന്നുണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ നിയമവും പ്രവാചകന്മാരും നമ്മുടെ ശ്രാവക യോഹന്നാൻ വഴിയാണ്, അല്ലെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, ഈശോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രാവക യോഹന്നാന് ശേഷം ഏലിയ പ്രവാചകൻ AD 800 BC 850 ആരംഭിച്ച പ്രവാചക പ്രസ്ഥാനം, അതായത് ആദ്യത്തെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ലക്ഷണമൊത്ത പ്രവാചകൻ എന്ന് പറയുന്നത് ഏലിയ പ്രവാചകനാണ്. BC 850 അദ്ദേഹത്തിന്റെ പ്രവാചക ദൗത്യം ആരംഭിക്കുന്നത്. ഈ BC 850 ആരംഭിക്കുന്ന പ്രവാചക ദൗത്യം ശ്രാവക യോഹന്നാനോടുകൂടി സഭ, അതായത് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈശോയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ശരിക്കും പ്രോഫറ്റിക് മൂവ്മെന്റ് അവസാനിക്കുകയാണ് ശ്രാവക യോഹന്നാനോടുകൂടി. പിന്നീട് നമ്മൾ കാണുന്നത് സഭയിൽ ഒരിക്കലും പ്രവാചക പ്രസ്ഥാനങ്ങൾ ആ തരത്തിലില്ല. അതുകൊണ്ടാണ് പറയുന്നത് പ്രോഫറ്റിക് മൂവ്മെന്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ റിലീജിയസ് മൂവ്മെന്റ് ഇൻ ദി കാത്തലിക് ചർച്ച്. അതായത് സഭാ സമൂഹത്തിൽ കാണുന്നുണ്ട് പഴയ ഇസ്രായേലില് ദൈവജനത്തെ പഠിപ്പിക്കാനും നയിക്കാനും വിശുദ്ധീകരിക്കാനുമായിട്ട് നിന്നത് പ്രവാചകന്മാരാണ്, പ്രോഫറ്റ്. എന്തായാലും പ്രവാചകന്മാരുടെ ദൗത്യം വിളിച്ചു പറയാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് പ്രവാചകർ. വിളിച്ചു പറയാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ. 2 ദൈവവചനം നിറഞ്ഞ വ്യക്തികൾ. 3 ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ വ്യക്തികൾ. 4 വിശുദ്ധരായ മനുഷ്യർ. 5 സാമൂഹ്യ തിന്മകളെ ചോദ്യം ചെയ്തവർ. 6 ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ മനുഷ്യർ. 7 കാലഘട്ടത്തിന്റെ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞവരായിരുന്നു പ്രവാചകർ. അപ്പൊ ഈ പ്രവാചക നിര സ്നാപക യോഹന്നാനോടുകൂടി അവസാനിക്കുക. പിന്നീട് നമ്മൾ കാണുന്നത് ആ തരത്തിലുള്ള പ്രവാചക ഒറ്റയാൻ പ്രസ്ഥാനമായ പ്രവാചകന്മാരെ പിന്നീട് നമ്മൾ കാണുന്നില്ല. അത് പിന്നീട് നമ്മൾ പുതിയ ഇസ്രായേൽ എന്ന് വിശേഷിക്കുന്ന സഭയിൽ നമ്മൾ കാണുന്നത് സന്യാസ പ്രസ്ഥാനങ്ങളാണ്. ഈ പ്രോഫറ്റിക് മൂവ്മെന്റിന് പകരം സഭയിൽ ക്രമാനുഗതമായിട്ട് രൂപപ്പെടുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ദൗത്യമാണ് പറഞ്ഞു വരുന്നത്. ഈ ഇരിക്കുന്ന സന്യസ്തൻ എന്ന് പറയുന്നത് യു ആർ എ പ്രോഫറ്റ് ആൻഡ് യു ആർ എ ഡിസൈപ്പിൾ. നമ്മുടെ ശിഷ്യരാണ്, അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പ്രവാചക ദൗത്യമുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ധാരാളം വ്യക്തികളുണ്ട്. അവരും നമ്മൾക്ക് ഒരർത്ഥത്തിൽ എല്ലാവരും ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടതാണ്. നമ്മുടെ അധ്യയത്തിലേക്ക് 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തന്റെ മുമ്പിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ കർത്താവായ ഈശോയിൽ നമ്മെ തെരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിച്ച നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഉൾപ്പെടെ എല്ലാവരും ഒരർത്ഥത്തിൽ ശിഷ്യരാണ്. ഞാനും നിങ്ങളും എല്ലാം ശിഷ്യരാണ്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ
മനുഷ്യരായി തീരാൻ പറഞ്ഞു. ഇനി നമ്മുടെ ദൗത്യം എന്താണ്? നമുക്കൊരു അഡീഷണൽ ഒരു ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ട്. സഭയിൽ സന്യസ്തർക്കുള്ളത് ഒരു ക്വാളിറ്റേറ്റീവ് ഡിഫറൻസാണ്. എന്താണ് ഡിഫറൻസ്? ഈ ശിഷ്യ സമൂഹത്തിന്, നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഉൾപ്പെടുന്ന ശിഷ്യ സമൂഹത്തിന് പ്രേരണ കൊടുക്കാൻ, പ്രചോദനം കൊടുക്കാൻ, മുമ്പിൽ നിന്ന് നയിക്കാൻ ദാസ്യ വേലയ്ക്കായിട്ട് നിയമിച്ചിരിക്കുന്ന, മാറ്റി നിർത്തിയിരിക്കുന്ന വ്യക്തികളാണ് സന്യസ്തർ എന്ന് പറയുന്നത്. ദൈവജനത്തിന് പ്രേരണ കൊടുക്കുക. എന്തിന്? രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന, അതായത് മാമോദീസ സ്വീകരിച്ച് എല്ലാവരും പുരോഹിതരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മധ്യസ്ഥൻ, ദൈവത്തിന്റെയും ജനത്തിന്റെയും ഇടയിൽ നിൽക്കുന്ന മനുഷ്യരാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും പുരോഹിതരാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റു സമൂഹങ്ങളുടെ മുമ്പിൽ, ദൈവത്തിന്റെയും ആ ജനത്തിന്റെയും മുമ്പിൽ നടുക്ക് നിർത്തപ്പെട്ട മനുഷ്യരാണ്. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേൽക്കാരോട് പറഞ്ഞത് നിങ്ങൾ പുരോഹിത ജനമാണ് എന്ന് പറയുന്നതാണ്. മറ്റു മനുഷ്യർക്ക് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് വേണം ഞാൻ ദൈവമാണെന്ന് അറിയുന്നത് നിങ്ങളുടെ ജീവിതശൈലി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തത്. ഇസ്രായേലിലെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത ലക്ഷ്യമുണ്ടായിരുന്നു. മറ്റു മനുഷ്യരുടെ മുമ്പിൽ, അന്നത്തെ രീതിയിൽ പറഞ്ഞാൽ വിജാതിയുടെ മുമ്പിൽ ദൈവം ആരാണെന്നും സത്യദൈവം ആരാണെന്നും ഈ വിജാതീയ സമൂഹത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ജനം എന്താണ് ചെയ്യുന്നത്? അവരുടെ ജീവിത സാക്ഷ്യത്തിലൂടെ 10 കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഈ ദൈവജനത്തിന്റെ മുമ്പിൽ ജീവിക്കുമ്പോൾ അവർ പറയും സത്യത്തിൽ യാഹവയാണ് ദൈവം. അപ്പൊ അതുകൊണ്ടാണ് ഈ പുരോഹിതരാണെന്ന് പറഞ്ഞതിന്റെ കാരണം. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മീഡിയേറ്റർ, അതായത് ബ്രിഡ്ജ് ബിൽഡറാണ്. ജനത്തിന്റെയും ദൈവത്തിന്റെയും നടുവിൽ നിൽക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ എന്ന് പറയുന്നത്, പുരോഭാഗത്ത് നിർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഒരാൾ നമ്മളെല്ലാവരും പുരോഹിതരാണ്. എന്ത്? സാക്ഷ്യം വഹിച്ചുകൊണ്ട്. ദൈവജനം പറയണം. എന്തുകൊണ്ട്? അന്ത്യോക്യയിൽ വെച്ചാണല്ലോ ക്രിസ്ത്യാനികളെ ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. കാരണം എന്തായിരുന്നു? അവര് പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ് നാട്ടുകാർ പറഞ്ഞത് നോക്കിക്കേ ഈ ക്രൈസ്തവർ എത്ര നന്നായിട്ടാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ടായിരുന്നു ക്രിസ്ത്യാനികളുടെ അടയാളം എന്തായിരുന്നു? സ്നേഹത്തിന്റെ സാക്ഷ്യം വഹിക്കലായിരുന്നു ക്രിസ്ത്യാനികളുടെ അടയാളം. അപ്പൊ പുരോഹിത ജനത്തിന്റെ അടയാളം എന്താണ്? മറ്റ് ജനം. അതുകൊണ്ടാണ് ഇന്നത്തെ മാർപ്പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞാൽ കൺവേർഷൻ ബൈ അട്രാക്ഷൻ. അരി കൊടുത്തു എണ്ണ കൊടുത്തു അല്ല ജനത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, സ്നേഹത്തിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട്. ഇപ്പോഴത്തെ ഡോക്യുമെന്റിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യത്തിന്റെ മുഖം വഹിച്ചുകൊണ്ട് വേണം ദൈവം കാരുണ്യമാണെന്ന്, ദൈവം കരുണയാണെന്ന്, ദൈവത്തിന്റെ സ്വഭാവമല്ല ദൈവം തന്നെ കരുണയാണെന്ന് ഈ ദൈവജനത്തിന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖം അമർത്തി വരച്ച ജീവിതങ്ങളായിരിക്കുന്നത്. ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മാതൃമുഖം. ഇറ്റ് ഈസ് എ ഫീമെയിൽ വേർഷൻ ഓഫ് ഡിവൈൻ കമ്പാഷൻ. ദൈവ കാരുണ്യത്തിന്റെ മാതൃമുഖമാണ് പ്രിയപ്പെട്ട സമർപ്പിതരായിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരെയും മുഖം എന്ന് പറയുന്നത് ദൈവ മാതൃത്വത്തിന്റെ അമർത്തി വരച്ച മുഖങ്ങളാണ്. അവനെ നോക്കിയവർ പ്രകാശിതരായി. നമ്മുടെ ചുറ്റുപാടുള്ള ജനം എന്താണ് ഈ ഇരിക്കുന്ന സന്യസ്തയിലൂടെ കാണേണ്ടത്? അവളെ നോക്കിയവർ മുഖം തിരിച്ചു കളഞ്ഞു എന്നല്ല പറയേണ്ടത്. അവളെ നോക്കിയവർ, അവർ മുഖം ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. അതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ് കൃത്യമായിട്ട് പറയുക സന്യസ്തർക്കുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ കർമ്മമണ്ഡലങ്ങൾ എവിടെയായാലും അവിടെയെല്ലാം ഈ കാരുണ്യത്തിന് ഫേസ് ഓഫ് മെർസി, ഗോഡ് ഈസ് മെർസി, ദൈവം കരുണയാണെങ്കിൽ ആ കാരുണ്യത്തിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് മാറേണ്ടതാണ് സന്യസ്തർക്കുള്ള സഭയിലെ ദൗത്യം എന്ന് പറയുന്നത്, എ ഫേസ് ഓഫ് മേഴ്സി. ഇന്നത്തെ ഈ നമ്മുടെ ഈ സെമിനാർ, ഈ ക്ലാസ്സിൽ മറ്റൊന്നും ഓർത്തിരിക്കേണ്ട. എന്നെ ദൈവം സഭയിൽ വിളിച്ചിരിക്കുന്നത്, ഞാൻ ഇന്ന് വിലയിരുത്തേണ്ടത് ഫേസ് ഓഫ് മേഴ്സി. ഇത്രയും കാലമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിൽ ഓരോരുത്തരോട് ഇരിക്കുന്നവർ ചിന്തിച്ചു നോക്കണം. ഒരു മനുഷ്യത്വമുള്ള സിസ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമുള്ള അച്ഛനാണ്, കാരുണ്യമുള്ള ഒരു അച്ഛനാണ് എന്ന് നമ്മളെ പറ്റി പറയാനായിട്ട് സാധിച്ചെങ്കിൽ സബലനീ യാത്ര. ഇല്ല എങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു പറഞ്ഞാലും. അതുകൊണ്ടാണ് സഭ കൃത്യമായിട്ട് പറഞ്ഞത് സന്യസ്തർ എന്ന് പറയുന്നത് സഭയ്ക്കൊരു അലങ്കാരമൊന്നുമല്ല. എന്തെങ്കിലും വലിയ ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ നിരനിരയായിട്ട് നിർത്താനോ ഘോഷയാത്രയ്ക്ക് നിർത്താനുള്ളതൊന്നുമല്ല സന്യസ്തർ. സന്യസ്തരുടെ ദൗത്യം എന്ന് പറയുന്നത് ഉറകൂട്ടുകാരാണ്. ഉറകെട്ടുപോയ ഉപ്പിന് ഉറകൂട്ടുന്നത് പോലെ പൗരോഹിത്യ ജീവിതത്തിന് പോലെ ഉറകൂട്ടിക്കൊടുക്കുന്നവരാണ് സന്യസ്തർ. കാരണം എന്തായാലും ഇതിന്റെ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പ്രിയ പൗരോഹിത്യ മേഖലകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പല അവനയങ്ങൾക്ക് പോലും അങ്ങനെയല്ല അച്ഛാ ജീവിക്കേണ്ടത് എന്ന് ഈ സമൂഹമായിട്ട് ഒരുമിച്ച് ജീവിച്ചുകൊണ്ട്, ലാളിത്യത്തിന്റെ മുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സ്ത്രീ ശാക്തീകരണത്തിന് മുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യത്തിന് മുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെടാൻ പോകുന്ന പൗരോഹിത്യ ജീവിതത്തെ പോലും ഊർജ്ജസ്വലമാക്കാനുള്ള വലിയൊരു സാക്ഷ്യത്തിന്റെ മുഖമാണ് ഫേസ് ഓഫ് മേഴ്സി. ഇതാണ് കത്തോലിക്ക സഭയിലെ സന്യസ്തരുടെ ദൗത്യം.
കാരുണ്യത്തിന്റെ മുഖമായി മാറുക, കാരുണ്യമായി മാറുക. We are divine, human face of divine compassion. ദൈവ കാരുണ്യത്തിന്റെ മാതൃമുഖം, ദൈവത്തിന്റെ മാതൃമുഖം അമർത്തി വരച്ച ജീവിതങ്ങളായിരിക്കുന്ന ഓരോരുത്തരും. അതുകൊണ്ട് നമ്മളാരും നമ്മുടെ ഐഡന്റിറ്റിയെ മറക്കരുത്. യു ആർ പ്രെഷ്യസ് ഇൻ മൈ ലൈഫ്. കത്തോലിക്ക സഭയിൽ സന്യസ്തർക്ക് വിലയുണ്ട്, സന്യസ്തർക്ക് ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി നമ്മളാണ് തിരിച്ചറിയേണ്ടത്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഈ കാരുണ്യത്തിന് മുഖമെടുത്ത് വെക്കുമ്പോഴാണ് സന്യസ്തര്, അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ സന്യാസ ദൗത്യത്തിന്റെ പേരും സാരവും സാങ്കത്യവും ഉൾക്കാമ്പും അവർ മനസ്സിലാക്കുന്നത് ഈ ഫേസ് ഓഫ് മേഴ്സിയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ കൃത്യമായിട്ട് മാർപ്പാപ്പ പറഞ്ഞത്, ഉണരുക, ഉണർത്തുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് ഈ വർഷം, ഈ സന്യാസ വർഷത്തിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് പുറകോട്ട് തിരിഞ്ഞു നോക്കണം. പുറകോട്ട് തിരിഞ്ഞു നോക്കി തിരിച്ചറിയണം എന്ത് സഭയിൽ സന്യസ്തരുടെ ദൗത്യം എന്താ. അത് മറ്റൊന്നുമല്ല, ചുരുക്കി പറഞ്ഞാൽ ഈ ആശയം എത്രമാത്രം ആവർത്തിച്ച് വന്നാലില്ല, സന്യാസം സമം സാക്ഷ്യ ജീവിതം. സമൂഹാത്മകമായിട്ട് സാക്ഷ്യം വഹിക്കുക. എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഇരിക്കുന്ന ഓരോ സന്യാസ സമൂഹക്കാരും സാക്ഷ്യം വഹിക്കുന്ന ഏതാണ്? ക്രിസ്തീയ മൂല്യങ്ങൾ അതുകൊണ്ട്. എന്നാൽ ചില പ്രത്യേക മൂല്യങ്ങൾ ഈ സഭയിൽ പ്രത്യേകമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് വിസിബിൾ എക്സ്പ്രഷൻസ് ഓഫ് ഡിവൈൻ ഗിഫ്റ്റ്സ് ആണ്. ദൈവികമായ ചില മൂല്യങ്ങളുടെ ദൈവികമായിട്ട് ചില ദാനങ്ങളും നമ്മൾ ഈ സഭയിൽ സമൂഹാത്മകമായിട്ട് ആവിഷ്കരിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാണ് സന്യാസ സമൂഹങ്ങൾക്ക് സഭയിൽ പ്രസക്തിയുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് ഇത് നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ, ഇത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു വെച്ചത് ഈ ചിന്തയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കുക, രണ്ട് മാർപ്പാപ്പ പറഞ്ഞ തിരിച്ചറിയണം. എന്താണ് തിരിച്ചറിയേണ്ടത്? ഇന്ന് നമ്മൾക്ക് ദൈവം നൽകിയ ഈ കാര്യസ്ഥം ജീവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക. തിരിഞ്ഞു നോക്കുക, തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞ ശേഷം മാർപ്പാപ്പ പറയുകയാണ്, അടുത്ത ഡോക്യുമെന്റ്, ഈ ഡോക്യുമെന്റ് കൃത്യമായിട്ട് പറയുകയാണ്, ഇനി നമ്മൾ തിരിച്ചു പോകണം. എന്തിനാണ് തിരിച്ചു പോകേണ്ടത്? മറ്റൊന്നിനുമല്ല തിരിച്ചു പോകേണ്ടത്. അതായത് കാലഘട്ടത്തിന്റെ അടയാളങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കിട്ടിയ ഈ കാര്യസ്ഥത്തെ നമ്മൾ റീറീഡിങ് നടത്തണം, പുനർവായന നടത്തണം. എന്ന് പറഞ്ഞാൽ ഇന്ന് 2015 ഈ കേരള സഭയിൽ ജീവിക്കണമെങ്കിൽ, ഈ ആഗോള മാർക്കറ്റിൽ നമ്മൾ സാക്ഷ്യം വഹിക്കണമെങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് നമുക്ക് കിട്ടിയ കാര്യസ്ഥം നല്ലതാണെങ്കിലും അതായത് പഴയ വീഞ്ഞ് പഴയ പാത്രങ്ങളിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ പുതിയ വീഞ്ഞിന് പുതിയ പാത്രങ്ങളിൽ സൂക്ഷിക്കേണ്ടി വരും. 2000 നമുക്കറിയാൻ സാധിക്കില്ല. 2ാം വത്തിക്കാൻ കൗൺസിൽ 50 വർഷം പൂർത്തിയാകുകയാണ്, 65 ജൂബിലിയുടെ. അതുകൊണ്ടാണ് ഈ കാരുണ്യത്തിന്റെ മഹാജൂബിലി പോലും ആഘോഷിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ഈ 50 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. അതായത് നമ്മുടെ സന്യാസ സമൂഹങ്ങൾ ഈ വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ട് 50 വർഷങ്ങൾ കഴിഞ്ഞു. 50 വർഷങ്ങൾ കഴിഞ്ഞ ശേഷവും എന്തുമാത്രം കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സന്യാസ സമൂഹങ്ങൾ നവീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന് തിരിഞ്ഞു നോക്കുക, രണ്ട് തിരിച്ചറിയുക. തിരിച്ചറിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ മാർപ്പാപ്പ പറയുന്നുണ്ട്. ഒന്ന്, എല്ലാ സന്യാസ സമൂഹങ്ങൾക്കും അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കാര്യസ്ഥത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട്. അപജയങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്. അതായത് പാസ്റ്റ് എന്ന് പറയുന്നത്, ഇന്നലകൾ എന്ന് പറയുന്നത് പാസ്റ്റ് ഈസ് വേർ വി ലേൺ ലെസൺസ്, ഫ്യൂച്ചർ ഈസ് വേർ വി അപ്ലൈ ലെസൺസ്. ഇന്നലകൾ എന്നൊക്കെ പറയുന്നത് വെറുതെ തള്ളിക്കളയാനുള്ളതല്ല. യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാലും യെസ്റ്റർഡേ കഴിഞ്ഞു പോയതല്ല, അത് വരാനുള്ളതിന്റെയും വളരാനുള്ളതിന്റെയും വളക്കൂറുള്ള മണ്ണാണ് യഥാർത്ഥത്തിൽ ഈ പാസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 50 വർഷം ഓരോ സന്യാസ സമൂഹങ്ങളും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് അപജയങ്ങൾ പറ്റിയിട്ടുണ്ട്. സഭാപിതാവിനുള്ള ബഹുമാനത്തില്, സഭയുടെ കാര്യസ്ഥത്തിന്റെ വളർച്ചയില്, കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഈ കാര്യസ്ഥത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നമുക്ക് പരാജയങ്ങൾ പറ്റി. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? മാർപ്പാപ്പ പറയാണ്, പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടാമതായിട്ട് പറയാണ്, ആവേശകരമായിട്ട് ഈ സന്യാസ ജീവിതം ജീവിച്ച് കാണിക്കണം. ജീവിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതായത് ബീറ്റാ കോൺസെപ്റ്റ് പറയുന്നത് പോലെ അവന് സമർപ്പിച്ചത് നല്ലതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. അവന് സമർപ്പിച്ചത് നല്ലതാണ് എന്ന് അവർക്ക് തോന്നുമ്പോഴാണ് സന്യാസം യഥാർത്ഥ സാക്ഷ്യമായി മാറുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത കാലത്ത് ഒരു വൊക്കേഷൻ ക്യാമ്പിൽ +2 കുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു, ഡിഗ്രി കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്തു. പിതാവ് വന്നിട്ടുണ്ടായിരുന്നു, പിതാക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നു, ദൈവശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, ക്ലാസ് എടുക്കാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ എല്ലാ സന്യാസവും പരിചയപ്പെടുത്തിയ ശേഷം വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ് എല്ലാം വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഈ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാമോ എന്ന് ചോദിച്ചു. ഒരു +2 പഠിച്ച ഒരു പെൺകുട്ടി അവൾ എഴുന്നേറ്റ് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: We can do all the things which you are doing in the convent without joining the convent.
We can do all the things which you are doing in the convent, or we are doing more things which you are doing in the convent. നിങ്ങൾ കോൺവെന്റിൽ ചേർന്നിട്ട് ചെയ്യുന്ന പ്രവർത്തികളെക്കാളും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ why should we join in religious congregation? ഇവിടെ ഓരോ അമ്മയും മറക്കാതെ പോയിട്ട് ചോദ്യമായിരുന്നു, ഞാൻ എന്തിന് സന്യാസ സമൂഹത്തിൽ ചേർന്നു? ഈ ചോദ്യം വൊക്കേഷൻ പ്രൊമോട്ടർ പണ്ട് ചോദിച്ചാൽ ചോദ്യം തീർന്നിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് വൊക്കേഷൻ എന്ന് പറഞ്ഞത്. വൊക്കേഷൻ ആരുടെ ഉറച്ചിട്ടില്ല. വൊക്കേഷൻ ഒരു ദൗത്യമാണ്, ഡിവൈൻ മിഷനാണ്. മരിക്കുന്നതും ദൈവവിളിയുടെ ഭാഗമാണ്. മരണം പോലും ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ്. ഇറ്റ് ഇസ് യു ആർ എ മെസഞ്ചർ ആൻഡ് യു ആർ എ മെസ്സേജ്. അതുകൊണ്ട് ദൈവവിളി എന്ന് പറയുന്നത് മനസ്സെന്നാലുകൊണ്ട് തീരുന്നതോ അല്ലെങ്കിൽ ആസ്പിറൻസിയോ പോസ്റ്റൻസിയോ അല്ലെങ്കിൽ നൗഷീറ്റ് കൊണ്ടോ ജൂനിയർ കോഴ്സ് കൊണ്ടൊന്നും തീരുന്നതല്ല ദൈവവിളി. ദൈവവിളി അങ്ങനെ ഉറയ്ക്കുന്നതുമല്ല. ഇത് നിരന്തരമായിട്ട് ഓൺ ഗോയിങ് പ്രോസസ്സാണ്. നിരന്തരമായി ദൈവത്തോടുള്ള ഒരു ദൈവവും മനുഷ്യനും തമ്മിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ വീഴ്ചകളും പരാജയങ്ങളുമുള്ള ഓരോ ജീവിതത്തിന്റെയും മുന്നോട്ടുള്ള ജീവിതത്തിന്റെ കാൽവരിയിലേക്കുള്ള ഒരു യാത്രയാണ്. അത് മിഷനാണ്, ദൗത്യമാണ്. അതുകൊണ്ട് ദൈവവിളി എന്ന് പറയുന്നത് ഒരു ദിവസം രാത്രിക്ക് ദൈവം പാർട്ടിയിൽ തന്നെ വിളിച്ചു, നീ ഇങ്ങോട്ട് വായോ എന്ന് വിളിച്ചു കയറ്റുന്നതൊന്നുമല്ല. അതുകൊണ്ട് ആ ദൈവവിളിയുടെ രസതന്ത്രവും ഊർജ്ജതന്ത്രവും അതിന്റെ ഗണിതശാസ്ത്രവും മനസ്സിലാക്കുക. ദൈവിക ദൗത്യമാണ്. എന്തിനു വേണ്ടി? സാക്ഷ്യം വഹിക്കാനുള്ള ദൗത്യമാണ്. എല്ലാവരും നമ്മൾ ചോദിച്ചു, ഞങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പല വീടുകളിലും ജപമാല ചെല്ലുന്നുണ്ട്. പല വീടുകളിലും ജപമാലകളിൽ 10-15 മിനിറ്റ് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിരാവിലെ 6:30 കുർബാനയിൽ ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോവുകയും എല്ലാ ആദ്യ വെള്ളിയാഴ്ച ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ 4-5 ദിവസം ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ പോയി അവിടുത്തെ ധ്യാനത്തിൽ കൂടുന്നുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾ വൈകുന്നേരം ഞങ്ങളുടെ വീടുകളിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ട്. ദിവസവും വചനം വായിക്കുന്നുണ്ട്. 4-5 ക്രിസ്തീയ മാസികൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഞങ്ങളുടെ വരുമാനത്തിന്റെ 10% എടുത്ത് ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പാവപ്പെട്ട കുട്ടികളെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. We are doing all the things which you are doing in the convent without joining the convent. അങ്ങനെയെങ്കിൽ ഞങ്ങൾ എന്തിന് സന്യാസ സമൂഹത്തിൽ ചേരണം? ഒന്നാമത്തെ ചോദ്യം, എന്തിന് ഞാൻ ജോയിൻ ചെയ്തു? ഇന്ന് പ്രസക്തമായ ചോദ്യമാണ്. ഈ കൊച്ചുങ്ങൾ ചോദിച്ച് ആ കൊച്ചു ചോദിച്ചു അവിടെ ഉണ്ടാകുന്ന സകല നിശബ്ദരായി. ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ് എന്ത് ഉത്തരം പറയും? വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങൾ, നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ, ആർക്കും ഒന്നും പറയാനില്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കോൺവെന്റിൽ ചേരാതെ സന്യാസഭവനങ്ങളിൽ ചേരാതെ തന്നെ നിങ്ങൾ ചെയ്യുന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നുവെന്ന് ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന എത്രയോ വ്യക്തികളാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ സന്യാസ വർഷത്തെങ്കിലും ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട, നേരറിയേണ്ട, നേരത്തെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലോ, സന്യാസമൂഹങ്ങളിൽ ആള് കുറഞ്ഞു എന്ന് പറയുമ്പോൾ പൊതുവെ കാണുന്ന പ്രത്യേകത എല്ലാവരും പറയാം. പ്രത്യേകിച്ച് ഫീമെയിൽ കോൺഗ്രിഗേഷൻസിന്റെ എണ്ണം ക്രമാനുഗതമായിട്ട് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരള സഭയിൽ. 3-4 പ്രോവിൻസുകാർ കൂടിയിട്ട് പോലും 10 പേരെ കൂടി ഒരു നോഷിറ്റ് നടത്താനായിട്ട് പറ്റുന്നില്ല. പണ്ട് കാലങ്ങളിലാണെങ്കിലും ഈ പ്രോവിൻസുകൾ തമ്മിൽ കോമ്പറ്റീഷനാണ്. എന്നാൽ കോമ്പറ്റീഷനായിട്ട് അവർ നല്ല കാര്യത്തിൽ സഹകരിക്കാൻ തുടങ്ങി. കാരണം എന്താണ്? ഇവർക്ക് ഒരു കൊച്ചേ ഉള്ളൂ, അവർക്ക് 5 പ്രോവിൻസുകാരും 3-4 പ്രോവിൻസുകാരും കൂടിയാലേ 10 പേരുള്ള ഒരു നോഷിറ്റ് നടത്താനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞ് വ്യക്തിഗതപ്പെടുമ്പോൾ ഒറ്റ കാര്യം, സ്വയം ഒരു ആത്മവിമർശനം നടത്തേണ്ട സമയമാണ്. ഈ മാർപ്പാപ്പാടെ ഭാഷയിൽ പറഞ്ഞ ഉണരുക, ഉണർത്തുക, തിരിഞ്ഞു നോക്കുക, തിരിച്ചറിയുക, ആവശ്യമെങ്കിൽ തിരിച്ചു പോവുക. അതായത് ഡോക്യുമെന്റ് പറയുന്നത്. ആവശ്യമെങ്കിൽ തിരിച്ചു പോവുക, തിരിഞ്ഞു നോക്കണം, തിരിച്ചറിയണം, ആവശ്യമെങ്കിൽ തിരിച്ചു പോകണം. ഇനി രണ്ടാമതൊരു കൊച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതിൽ ഒരു ആൺകുട്ടിയാണ് ചോദിച്ചത്, ഡിഗ്രി പഠിച്ച. ഇപ്പൊ വൈദിക സന്യാസ വിളിയിലേക്കൊക്കെ താല്പര്യമുള്ള കുട്ടികൾ വന്നപ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്. അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ഒരു മനുഷ്യന്, ഏതൊരു മനുഷ്യ വ്യക്തിക്കും അവരുടേതായ ചില ബലഹീനതകളും കുറവുകളും ഒക്കെ ഉണ്ട്. നെഗറ്റീവ് ഇമോഷൻസ് ആൻഡ് പാഷൻസ്. അല്പബോധമുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മനുഷ്യരിലും പോസിറ്റീവ് ഇമോഷൻസും ഉണ്ട്, നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്. മനുഷ്യന് ബലഹീനതകളുണ്ട്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ബലഹീനമായ ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ കൃപയാൽ അനുഗ്രഹിക്കണമേ, സമ്പന്നമാക്കണമേ നമ്മുടെ കുർബാനയിൽ പോലും പ്രാർത്ഥിക്കുന്നുണ്ട്. ബലഹീനമായ മനുഷ്യ പ്രകൃതി. പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് ഫ്രജൈൽ ഹ്യൂമൻ ബീയിങ്, അതായത് ഞാൻ ദുർഭകരമായ മനുഷ്യൻ. ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചു, പിതാവേ, മനസ്സ് സന്നദ്ധമാണെങ്കിലും ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ദുർബലമാണ്. ബലഹീനമായ മനുഷ്യപ്രകൃതി എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫാക്ടാണ്, സയന്റിഫിക് ട്രൂത്താണ്, തിയോളജിക്കൽ റിയാലിറ്റിയാണ്. ദൈവശാസ്ത്രപരമായിട്ടും മനഃശാസ്ത്രപരമായിട്ടൊക്കെ എല്ലാ മനുഷ്യർക്കും അവരുടേതായ ബലഹീനതകളും കുറവുകളുമുണ്ട്. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പോലെ നിങ്ങൾ പറയുന്നു നിങ്ങൾ സഭയിൽ സന്യസ്തരും വൈദികരും ഒക്കെ ആകുന്നതിന് വേണ്ടിയിട്ടാണ്,
പഠിപ്പിക്കാനും നയിക്കാനും വിശദീകരിക്കാനും. ഇവിടെ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത് എന്തിനാണ്? ദൈവജനത്തെ പഠിപ്പിക്കുക, ദൈവജനത്തെ നയിക്കുക, ദൈവജനത്തെ വിശദീകരിക്കുക എന്നുള്ളതാണല്ലോ നിങ്ങൾ പറഞ്ഞത്. എന്തിനാണ് അച്ഛന്മാരെ സിസ്റ്റേഴ്സ്? അത് കളിയാക്കാൻ വേണ്ടി ചോദിച്ചതില്ല. നമ്മളൊരു കൊച്ചിനെ കരാട്ട ക്ലാസ്സിൽ വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം 5-6 മാസം പഠിച്ചു കഴിയുമ്പോൾ ആ കൊച്ചു കരാട്ടയുടെ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചിട്ട് ഒരു ഡാൻസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വയ്യ പോകുന്ന കൊച്ചിനെ ആരുടെ അടുത്ത് നമ്മൾ ഒരിക്കലും ഒരു കൊച്ചിനെയും നമ്മൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ടില്ല. ഡാൻസ് അറിയാവുന്ന ടീച്ചറുടെ അടുത്താണ് ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നത്. ജിംനേഷ്യം നടത്തുന്ന സ്ഥലത്താണ് ജിമ്മിനായിട്ട് വിടുന്നത്. അല്ലെങ്കിൽ നേഴ്സിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഓരോരുത്തരും ഓരോ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു പ്രൊഫഷണൽ ആയിട്ട് കാര്യത്തിന് വിടുന്നത്. അങ്ങനെയാണ് എങ്കിൽ പഠിപ്പിക്കാൻ അറിയത്തില്ലാത്ത നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എന്തു വന്ന് പഠിക്കണം? നയിക്കാൻ അറിയത്തില്ലാത്ത നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞങ്ങളെ നിങ്ങൾ നയിക്കണം എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടി വരുന്നു? പഠിപ്പിക്കുക, നയിക്കുക. വിശദീകരിക്കാൻ അറിയത്തില്ലാത്ത നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എന്തിനു വരുന്നു? നമ്മൾ ആരെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊച്ചിനെ വിടുമ്പോൾ ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നില്ല ആ സ്കൂളിലേക്ക് ആരും ആ കൊച്ചുങ്ങളെ വിടില്ല. അപ്പോൾ എന്തിനു വേണ്ടി സന്യാസ സമൂഹത്തിൽപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ഇരുന്നുകൊണ്ട് നടത്തേണ്ട ഒരു ആത്മവിമർശനം ഈ സന്യാസ വർഷത്തില് എന്നിൽ നിന്നും മറ്റുള്ളവർക്ക് എന്തു പഠിക്കാറുണ്ട്, എന്തു പഠിച്ചു? കമ്മ്യൂണിറ്റിയോട് മാത്രം പറഞ്ഞാൽ പുറത്തുള്ള മനുഷ്യർക്ക് അവിടെ നിൽക്കട്ടെ. ഈ 10-15 പേരും 5-6 പേരും കൂടി താമസിക്കുന്ന സമൂഹത്തിൽ ഒരാള് ആ സമൂഹത്തിലുള്ള വ്യക്തിയോടെയും അതായത് നിശബ്ദമായി പറയുക, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കുക, എന്നിൽ നിന്നും പഠിക്കുക. എന്ത് പഠിക്കാനും ഇന്ന് നമ്മൾ കാണുന്നു പല മേഖലകളിലും സന്യാസ പൗരോഹിത്യ മേഖലകളില് പൗരോഹിത്യത്തിന്റെ സന്യാസത്തിന്റെ ഒക്കെ മുഖം ഇന്ന് വികൃതമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് കാരുണ്യത്തിന്റെ മുഖം തിരിച്ചുപിടിക്കണം. റിട്രീവ് വീണ്ടും നമുക്ക് തിരിച്ചുപിടിക്കണം. എന്തിന്? സന്യാസത്തിന് ഒരു മാനുഷിക മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. സന്യസ്തർക്കും മനുഷ്യരാവാം. പാഠമൊന്ന് മനുഷ്യത്വം, പാഠമൊന്ന് കരുണയും മനുഷ്യത്വമാണ്. അപ്പോൾ ഒന്നാം പാഠം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ സന്യാസ മുഖങ്ങള്. ആൾക്കാർ പറയുന്ന കാര്യമില്ല. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ദൈവകാരുണ്യത്തിന്റെ മുഖമാണെന്ന്. ഞങ്ങൾ ഇത്രയും കാലമായിട്ട് കാരുണ്യത്തിന്റെ ഒരു വാക്ക് കേട്ടിട്ടില്ല. How can you speak about the love of God when you are fighting each other? How can you speak about the justice of God when you are not practicing justice? How can you speak about the justice of God when you are doing injustice? അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ദൈവം സ്നേഹമാണെന്ന് പറയാൻ പറ്റും. കരുണ കാണിക്കാത്ത നിങ്ങൾക്ക് ദൈവം കാരുണ്യമാണെന്ന് പറയാൻ സാധിക്കും. ആ ഹോളിൽ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ സംസാരം പോയി എല്ലാവരും നിശബ്ദരായി. ആരെയും തോപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ചോദിച്ചതാണ് ചില കുഞ്ഞുങ്ങളിലൂടെ. നയിക്കാൻ അറിയത്തില്ലാത്ത ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എന്തിനു വരണം? ഇംഗ്ലീഷ് മീഡിയം നമ്മൾ പറയുന്ന സ്ഥാപനങ്ങൾ നമുക്ക് മെച്ചമാണ്. അടുത്ത കാലത്ത് ഒരു കൊച്ചു പറഞ്ഞു, I can read better than my class teacher. അവിടെയും തീർന്നു. I can read better than my class teacher. എന്റെ ക്ലാസ് ടീച്ചറിനേക്കാളും നന്നായിട്ട് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്ന അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊച്ചും പറഞ്ഞു. അപ്പോൾ സ്ഥാപനത്തിലാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. സ്ഥാപനമൊക്കെ ഒരു എല്ലും കൂടാ. ഈ എല്ലും കൂടിനകത്ത് ഹൃദയം വേണം, മാംസം വേണം, ഹൃദയം വേണം, കരൾ വേണം, ചങ്ങലൊക്കെ വേണം. എങ്കിൽ മാത്രം ഈ സ്ഥാപനങ്ങളൊക്കെ പറയുന്നത് വെറും എല്ലും കൂടെന്ന് വേണം വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. അസ്ഥിപഞ്ജരമാണ്. അതിൽ ആരാണ് ഇരിക്കേണ്ടത്? ഈ സ്ഥാപനത്തിൽ ഹൃദയമുള്ള ഒരു സ്ത്രീയും ഹൃദയമുള്ള ഒരു പുരുഷനും. അത് പൗരോഹിത്യ ജീവിതത്തിലേക്ക് സന്യാസ ജീവിതത്തിലേക്ക് ഉള്ളവര്. അതായത് മനുഷ്യത്വം എന്ന ഞെട്ടിൽ മാത്രമേ സന്യാസം വിടരൂ. പാഠമൊന്ന് മനുഷ്യത്വം. മനുഷ്യത്വം എന്ന ഞെട്ടിൽ മാത്രമേ പൗരോഹിത്യം വിടരൂ. പൗരോഹിത്യം വിടണമെങ്കിൽ, സന്യാസം വിടണമെങ്കിൽ മാനുഷികതയിൽ കരകളഞ്ഞ ഒരു സ്ത്രീത്വത്തിൽ മാത്രമേ സന്യാസിനിക്ക് രൂപപ്പെടാൻ സാധിക്കുള്ളൂ. കരകളഞ്ഞ ഒരു മനുഷ്യത്വത്തിൽ മാത്രമേ പൗരോഹിത്യത്തിലൂടെ പ്രസക്തിയുള്ളൂ. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞ കൺവേർഷൻ ബൈ അട്രാക്ഷൻ. മാർപ്പാപ്പ പറഞ്ഞത് സ്നേഹമുള്ള അച്ഛന്മാരെ സ്നേഹിക്കാത്ത ഒരു അച്ഛനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഫലം ചൂടാത്ത ഒരു ഷണ്ടനെ കാണുന്നത് പോലാണെന്ന് മാർപ്പാപ്പയുടെ ഭാഷയാണ്. അദ്ദേഹം ഒരു ജസ്യൂട്ടാണ്. സന്യാസ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ എന്താണെന്ന് അറിഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളാരും സന്യാസ സമൂഹത്തിലേക്ക് വരുമ്പോൾ യു ഷുഡ് നോട്ട് ആക്ട് ലൈക്ക് എ പീകോക്ക്, ആക്ടിങ് ലൈക്ക് എ പീകോക്ക്. അർജന്റീനിയൻ പ്രയോഗമാണ്. നിങ്ങളൊരു മയിലിനെ പോലെ ആടരുത്. മയിലിന്റെ മുൻവശത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായ പീലിയാട്ടം കാണാം. എന്നാൽ അതിന് പുറവശം നോക്കിക്കഴിഞ്ഞാൽ മഹാവൃത്തികേടാണ്. അതുകൊണ്ട് ഈ സന്യാസത്തിലും പൗരോഹിത്യത്തിലും ഒക്കെ ആക്ടിങ് ലൈക്ക് എ പീകോക്ക് എന്ന് പറഞ്ഞ കാലഘട്ടത്തിന്റെ അറപ്പാണ്, അഴുക്കാണ്. സന്യസ്തർ അഴകാണ്, അഴുക്കല്ല. അഴുക്ക് പ്രചരിപ്പിക്കാനുള്ളതല്ല സന്യസ്തർ. അഴുക്കിൽ നിന്നും അഴകിലേക്ക് ദൈവജനത്തിന്റെ അഴുക്ക്
കഴുകി മാറ്റുന്ന വെളുത്തേടനും വെളുത്തിറത്തിയുമായി മാറുക എന്നുള്ളതാണ് സന്യസ്തർക്ക് സഭയിലെ ദൗത്യം. അഴുക്കിനെ കുറച്ചുകൂടി അഴുക്കിട്ട് മൂടുക എന്നുള്ളതല്ല, അഴുക്കിൽ നിന്നും അഴകിലേക്കുള്ള യാത്രയാണ് സന്യാസം. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് തിരിഞ്ഞു നോക്കി തിരിച്ചറിയണം. അതുകൊണ്ട് അന്ന് പറഞ്ഞു, ഈ കൊച്ചുകൾ ചോദിച്ചതുപോലെ പഠിപ്പിക്കാൻ അറിയത്തില്ലാത്ത നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എന്ത് പഠിക്കണം? അൾത്താരയിൽ അലറി വിളിച്ചുകൊണ്ട് അമർഷത്തോടു കൂടി സ്ത്രീകളോടും കുട്ടികളോടും പോകുന്ന പുരോഹിതനോട് ഞങ്ങൾ എന്ത് പറയണം? പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കൊച്ചു കാര്യമെന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീ കാര്യമെന്നും പറഞ്ഞാൽ സ്ത്രീകളോടും കുട്ടികളോടും അമർഷത്തോടു കൂടി പെരുമാറുന്ന പുരോഹിതനോട് ഞങ്ങൾ എന്താ പുരോഹിതൻ ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് കേരള സമൂഹം വിദ്യാഭ്യാസമുള്ള സമൂഹമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും സന്യസ്തരെ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസമൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞാലും യു ആർ ഗുഡ് ബട്ട് യു ക്യാൻ ബി ബെറ്റർ. കാരണം ഇന്ന് വിശ്വാസ ജീവിതത്തെ ഗൗരവമായി കാണുന്ന ഒരുപാട് ആത്മായ സഹോദരങ്ങൾ ഈ നാട്ടിലുണ്ട്. നല്ല എൻലൈറ്റൻഡ് ക്രിസ്ത്യൻസ് ധാരാളമുണ്ട്. ജീവിതത്തിന്റെ വരുമാനത്തിന്റെ ദശാംശം കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ആരാധന സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം അതിന്റെ തനിമയിൽ ജീവിച്ചു കാണിക്കാൻ പറ്റുന്ന ധാരാളം ആത്മായ സഹോദരങ്ങൾ ഈ നാട്ടിലുള്ളപ്പോഴാണ് നമ്മൾ ഇന്ന് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലറിക്കലൈസേഷൻ ഓഫ് ലൈറ്റി ആൻഡ് സെക്യുലറൈസേഷൻ ഓഫ് പ്രീസ്റ്റ് ആൻഡ് റിലിജിയസ്. ഞാൻ ആവർത്തിക്കുകയാണ്, ക്ലറിക്കലൈസേഷൻ ഓഫ് ലൈറ്റി. അച്ഛന്മാരും സിസ്റ്റേഴ്സിനെയും സഭ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവർ ചെയ്യാത്തത് കൊണ്ട് ആ ദൗത്യം ദൈവം എന്താവുന്നത്, ഞാൻ എനിക്ക് എന്റെ ഇഷ്ടമുള്ള ഇടയന്മാരെ നൽകും, എടുത്തു മാറ്റപ്പെടുന്നു. ക്ലറിക്കലൈസേഷൻ ഓഫ് പ്രീസ്റ്റ് ലൈറ്റി ആൻഡ് സെക്യുലറൈസേഷൻ ഓഫ് പ്രീസ്റ്റ് ആൻഡ് റിലിജിയസിന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരസ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്ലോബലൈസേഷൻ ഓഫ് സെക്യുലറൈസേഷൻ എന്ന് പറയുന്നത് ആഗോളവൽക്കരണമാണ്. ഭൗതികവൽക്കരണത്തിന്റെ സെക്യുലറൈസേഷന്റെ ആഗോളവൽക്കരണത്തിൽ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള പച്ച പരമാർത്ഥം വൈകിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യാതിരുന്നപ്പോൾ സംഭവിക്കുന്നു. കുട്ടി സഖാക്കൾ പോലീസായാൽ പട്ടാളപ്പണി ഞങ്ങൾ എടുക്കുന്ന വിമോചന സമരകാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യേണ്ട അപ്പനിരിക്കേണ്ടിടത്ത് അപ്പനിരുന്നില്ലെങ്കിൽ വേറെ ചില സാധനങ്ങളും ജന്തുക്കളും ഒക്കെ കയറിയിരിക്കുമെന്ന് കണ്ടുപോയി ചിലർ നമ്മുടെ കാർന്നവന്മാർ നമ്മളെ പറഞ്ഞത് പരിഹാസത്തിന്റെ സ്വയമൊന്നുമല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഏൽപ്പിക്കും. ഈ കേരളത്തില് ബ്രാഹ്മണ സമൂഹം ഒരു കാലത്ത് ശക്തമാണ്. ഒരു കാലത്ത് ചരിത്രത്തില് ബ്രാഹ്മണ സമൂഹം ഇന്ന് ക്ഷയിച്ചു. അതിനെപ്പറ്റിയുള്ള ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസ് വന്നിട്ടുണ്ട്, നരവംശ ശാസ്ത്രത്തിന്റെ പഠനങ്ങൾ. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ സമൂഹം ഇതുപോലെ നശിക്കാൻ പോയതിന്റെ കാരണം ഒന്നാമത്തെ കാര്യം, കാര്യബോധമില്ലാത്ത ദർശനമില്ലാത്ത അപ്പന്മാര് നേതൃത്വത്തിലിരുന്നു. ദർശനമില്ലാതെ ദംശനം ബാധിച്ച പിതൃത്വം, ദംശനം ബാധിച്ച മാതൃത്വം മുമ്പിൽ നിന്ന് എന്ത് സംഭവിച്ചു? ദിശാബോധം നഷ്ടപ്പെട്ടു. ഈ സമൂഹം എങ്ങോട്ടാ പോകേണ്ടത്? അങ്ങനെ ആ സമൂഹം നശിച്ചതിന്റെ ഒരു കാരണം ദിശാബോധം നഷ്ടപ്പെട്ട, മനസ്സിൽ മണ്ടരി ബാധിച്ച, അതായത് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ 4-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ പറയും, ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചവർ മനസ്സ് മരവിച്ച് ദൈവിക ജീവനിൽ നിന്നും അകറ്റപ്പെട്ട അനുഭവം ഒന്ന്. രണ്ടാമത്, ജാഗ്രതയില്ലാത്ത, ശ്രദ്ധയില്ലാത്ത, കഷ്ടപ്പെടാൻ തയ്യാറാകാത്ത, പ്രതിബദ്ധതയില്ലാത്ത മക്കളൂടെ വന്നപ്പോൾ ആ പതനം പൂർത്തിയായി. ഇത് നമുക്ക് കാണാൻ സാധിക്കും. ബ്രാഹ്മണ സമൂഹത്തിന്റെ സ്ഥലങ്ങൾ മുഴുവൻ അവർക്ക് നഷ്ടമായി. അതോടൊപ്പം തന്നെ അവരുടെ സമൂഹത്തിൽ തന്നെ വലിയ അവരുടെ ഭൗതികമായിട്ടുള്ള മേഖലകളിലും അവർക്ക് വീഴ്ചകൾ സംഭവിച്ചു. ഇത് ഞാനീ പറഞ്ഞത് ഇത് സഭയിൽ ആരംഭിച്ചു കഴിഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാം. യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രഗത്ഭരായിരുന്ന വലിയ വലിയ സന്യാസമുഖം, ഉദാഹരണമാണ് ജർമ്മനി തന്നെ എടുക്കാം. അവിടുത്തെ പ്രഗത്ഭമായ ഒരു സന്യാസമുഖമായിരുന്നു കാർമലീറ്റർ എന്ന് പറയുന്നത്. കാർമലീറ്റർ ഇന്ന് ആ സന്യാസമുഖം ക്ഷയിച്ച്, യൂറോപ്യൻ കാർമലീറ്റർ ക്ഷയിച്ച് ഇന്ന് ആ സന്യാസമുഖം ബിയർ ഉണ്ടാക്കുന്ന കമ്പനിയായി മാറിയിരിക്കുകയാണ്. യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ, ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും പരസ്യം കാണാം. കാർമലീറ്റർ എന്ന് പറയുന്ന വലിയൊരു കുടവേറ അച്ഛൻ ഇങ്ങനെ വലിയൊരു ബിയർ കുപ്പിയൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന, താക്കോലുമായിട്ട് നിൽക്കുന്ന പടം കാണാൻ സാധിക്കും. ജർമ്മനിയിലെ ഏറ്റവും നല്ല ബിയറിൽ ഒരു ബിയർ എന്ന് പറയുന്നത് ഈ കാർമലീറ്റർ ബിയറാണ്. സന്യാസ സമൂഹം ക്ഷയിച്ച് ബിയർ കമ്പനിയായി മാറിയിരിക്കുന്ന മുന്നറിയിപ്പ് ഒന്ന്. രണ്ടാമത്തത് സെന്റ് പോളിന്റെ കോൺഗ്രിഗേഷൻ, പൗലാനം എന്ന് പറയും. പൗലാനം സെന്റ് പോളിന്റെ കോൺഗ്രിഗേഷൻ അതും ഇതുപോലെ ക്ഷയിച്ച് ബിയർ കമ്പനിയായി മാറി. അതും ഇന്ന് പൗലാനം എന്ന് പറയുന്ന മറ്റൊരു ബിയർ കമ്പനിയായി മാറി.
ഇനി മൂന്നാമത് ഫ്രാൻസിസ്കൻസ് ഇതുപോലെ വളരെ ശക്തമായിരുന്നു ജർമ്മനിയിൽ. അവരും ക്ഷയിച്ച് അവരുടെ ഈ സന്യാസമൂഹങ്ങളും പ്രൊവിൻഷ്യൽ ഹൗസുകളും അങ്ങനെയുള്ള ചില എടുത്ത് അതെന്തായിട്ട് മാറിയിരിക്കുന്നു, ഫ്രാൻസിസ്കാനർ എന്ന് പറഞ്ഞ മ്യൂണിച്ചിൽ നിന്നും ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ബിയറായിട്ട് മാറിയിരിക്കുകയാണ്. സന്യാസ സമൂഹങ്ങൾ ക്ഷയിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 50 വർഷം കഴിയുമ്പോൾ, ഈ 25 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് തെക്കോവയിലെ ആട്ടിട എന്ന ആമോസിനെ പോലെ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. വരാൻ പോകുന്ന ഒരു ദുരന്തമായത്. കേരള സഭ ഈസ് ഇൻ ഡേഞ്ചർ, നോ ഡൗട്ട്. ഇത് വലിയ വളവൃക്ഷമാണ്, വലിയ ഒരു ഇലവും മരമാണ്. ഞങ്ങൾ രണ്ട് നാട് ഹൈറേഞ്ച് കട്ടപ്പന, അവിടെ ഒരു ഇലവുണ്ടാണ്, വലിയ മരം. അതിങ്ങനെ ഒരു പ്രദേശത്തേക്ക് മുഴുവൻ ഇങ്ങനെ ഇല വീശി അങ്ങ് നിൽക്കുക. പക്ഷെ ഉള്ളു കൊള്ളയാണ്. എപ്പോഴാണ് ഒരു ഒറ്റ കാറ്റ് വീശുന്നതിൽ ആ പ്രദേശം മുഴുവൻ പടർത്തിക്കൊണ്ട് അങ്ങ് വീഴും. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഈ 40,000 പേരെന്നൊക്കെ പറയുന്നതൊക്കെ സാക്ഷ്യത്തിന്റെ മേഖലയിൽ നമുക്ക് മാർക്കിട്ടാൽ എന്ത് സംഭവിക്കുന്നു. അതുകൊണ്ട് തിരിഞ്ഞു നോക്കണം, തിരിച്ചറിയണം. കാലഘട്ടങ്ങൾക്കനുസരിച്ച് നവീകരിക്കപ്പെടുന്നില്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകും. കാലഘട്ടത്തിനനുസരിച്ച് നമ്മളെ തന്നെ നമ്മൾ നവീകരിക്കുന്നില്ല എങ്കിൽ കാലഹരണപ്പെട്ടു പോകും. 2000 ഉണ്ടാക്കിയ കമ്പ്യൂട്ടർ ഇന്ന് സാധാരണക്കാരായി മേടിക്കാറില്ല. ഒരു പുതിയ വണ്ടി, ഒരു സാധാരണ വണ്ടി എടുക്കുമ്പോൾ പോലും 2-3 പ്രാവശ്യം പറഞ്ഞ ഒരു വണ്ടി സാധാരണക്കാർ എടുക്കാറില്ല. കാലഘട്ടങ്ങൾക്കനുസരിച്ച് നീങ്ങുന്നില്ല എങ്കിൽ നമ്മൾ കാലഹരണപ്പെട്ടു പോകും എന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് മാർപ്പാപ്പ പറഞ്ഞത്. തിരിഞ്ഞു നോക്കണം, തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞത് എന്തിനാണ്? തിരിച്ചു പോകണം, ആവേശത്തോടുകൂടി ജീവിക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു വന്നതാണ്, ഇന്ന് ഈ ദൈവവിളി കുറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക പല ആളുകൾ പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം മാർപ്പാപ്പയോടൊപ്പം സഭയോടൊപ്പം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, സഭ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സാക്ഷ്യത്തിൽ ഗൗരവമായ വീഴ്ച പറ്റിയിരിക്കുന്നു. സാക്ഷ്യത്തിൽ ഗൗരവമായ വീഴ്ച. സഭ എന്താണെന്ന് അറിയാമോ? കത്തോലിക്ക സഭ ബീത്ത കോൺസെപ്റ്റത്തിൽ പറയുക, അവന് സമർപ്പിച്ചത് നല്ലതാണെന്ന് മറ്റുള്ളവർക്ക് കാണണം. നമ്മൾ വൊക്കേഷൻ ക്യാമ്പിലുള്ള കുട്ടികളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മളെ നോക്കിക്കൊണ്ട്, വൈദിക ജീവിതത്തെയും സന്യാസ ജീവിതത്തെയും നോക്കിക്കൊണ്ട് വൊക്കേഷൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാക്കണം, ഈ ജീവിതം കൊള്ളാം, സന്തോഷമായിരിക്കുന്നു. എവിടെ ജീവിച്ചാലും സന്തോഷമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ് പറയുന്നത്, സന്യസ്തർ എവിടെയുണ്ടോ അവിടെ സന്തോഷമുണ്ട്. അപ്പൊ സന്തോഷമില്ലാത്ത ഈ ഇന്നാ മുഖത്തിന്റെ ലാവണ്യം ഒന്നാകെ മങ്ങി, ദുഃഖത്തിൽ മുങ്ങി. ഈ സമാധാനം കഴിയുമ്പോഴത്തേക്കും ഒന്ന് ചിരിച്ചിട്ട് പോകണമേ. മാനസം കല്ലുകൊണ്ടല്ലാത്ത മാനവർ ആരാധനയുണ്ടെങ്കിൽ ഈ കല്ലാതൻ ചവിട്ടുപടിയിൽ ഇരുന്ന് അല്പനേരം ഇരുന്ന് കരഞ്ഞേച്ചു പോകുന്ന ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ നിങ്ങളുടെ നഷ്ടപ്പെട്ട ചിരിയെങ്കിലും തിരിച്ചെടുത്തിട്ടേ ഇവിടെ നിന്ന് തിരിച്ചു പോകാവൂ. സന്യസ്തർ എവിടെയുണ്ടോ ചിരിക്കാൻ അറിയാത്ത, കരയാൻ അറിയാത്ത കളിമൺ പ്രതിമകളായി രൂപപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആനന്ദിന്റെ ഒരു നോവലുണ്ട് കേരളത്തില്, മരുഭൂമി ഉണ്ടായത് എങ്ങനെ? കാരുണ്യത്തിന്റെ ഉറവ് പറ്റിയപ്പോഴാണ് മരുഭൂമി ഉണ്ടായത്. നമ്മുടെ സന്യാസ സമൂഹങ്ങളിൽ കാരുണ്യത്തിന്റെ ഉറവറ്റിപ്പോയപ്പോഴാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഇന്ന് മരുഭൂമിയായി മാറിയതിന്റെ കാരണം വിദേശ രാജ്യങ്ങളിലെ സന്യാസ സമൂഹങ്ങൾ ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ഈ കേരളത്തിലെ സന്യാസന സമൂഹങ്ങൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ശക്തമായ തിരിച്ചറിവ് വേദനയോടുകൂടിയാണെങ്കിലും തിരിച്ചറിയേണ്ടതാണ്. പാദസാല വിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധന ദ്യോതബന്ധനവും. വെള്ളമെല്ലാം ഒഴുകിപ്പോയ ശേഷം അണകെട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തിരിഞ്ഞു നോക്കി തിരിച്ചറിഞ്ഞ് തിരിച്ചു പോകാനുള്ള സമയമാണ്. അവരെ സമർപ്പിച്ചത് നല്ലതാണെന്ന് മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നണം. അതാണ് യഥാർത്ഥ സന്യാസ സാക്ഷ്യം. ഇന്ന് പലപ്പോഴും എന്താണ്, അവളെ നോക്കിയവർ മുഖം തിരിച്ചു കളഞ്ഞു. ചിരിക്കാൻ പറ്റുന്നില്ല. ചിരി നഷ്ടപ്പെട്ടു പോയ ചെറുപ്പക്കാരായ അഭിഷിക്തരും സന്യസ്തരും അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തോന്നുന്നു ഈ കാലുഷ്യ ഭാവം കാണുമ്പോൾ എന്താ ഇത്, എന്ത് സംഭവിച്ചു? സ്വർണ്ണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ നിറം മങ്ങിപ്പോയി. കൺവേർഷൻ ബൈ അട്രാക്ഷൻ നടത്താതെ ഒതൊന്നുമല്ല. നമ്മൾ അതുകൊണ്ട് സന്യാസ സമൂഹത്തിലേക്ക് മറ്റു കാര്യങ്ങൾ പറഞ്ഞ് വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ് തമ്മിൽ മത്സരിക്കുകയല്ല വേണ്ടത്. നമ്മുടെ ജീവിത സാക്ഷ്യമാണ് സന്യാസത്തിലേക്ക് മറ്റുള്ളവർ കൂടി കടന്നു വരേണ്ടതെന്നുള്ളതാണ് സഭയുടെ നിലപാട്. കത്തോലിക്ക സഭയുടെ നിലപാടിന് ശബ്ദം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, എന്റെ കണ്ടുപിടുത്തങ്ങളല്ല. കത്തോലിക്ക സഭ ഈ 4 ഡോക്യുമെന്റുകളിലൂടെ വളരെ വ്യക്തമായ രീതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, സന്യാസ സമൂഹങ്ങൾ തിരിച്ചു പോകാൻ സമയമായി. രണ്ടാമത്തെ കൗൺസില് ലോകത്തുള്ള എല്ലാ സന്യാസ സമൂഹങ്ങളോടും സഭ ആവശ്യപ്പെട്ടു, വത്തിക്കാൻ കൗൺസിൽ ആവശ്യപ്പെട്ടു, 3 കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ റിട്ടേൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിലേക്ക് തിരിച്ചു പോകണം. 1. 2, റിട്ടേൺ ടു ദ കാരിസം ഓഫ് ദി ഫൗണ്ടർ, സഭാപിതാവിന്റെ കാരിസത്തിലേക്ക് തിരിച്ചു പോകണം. 2. മൂന്നാമതായിട്ട് പറഞ്ഞു, റീഡിംഗ് ദി സൈൻസ് ഓഫ് ദി ടൈംസ്, കാലഘട്ടത്തിന്റെ അടയാളങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ കാലഘട്ടത്തിന്റെ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കി തിരിച്ചറിഞ്ഞ് തിരിച്ചു പോകാനായിട്ടാണ് ഈ സന്യാസ വർഷം നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇത് പറയുന്നതോടൊപ്പം തന്നെ
ഇതിന്റെ ഒരു മറ്റൊരു മേഖലയിലേക്ക് കൂടെ ഞാൻ കടക്കാനായിട്ട് ഈ 2008 പൊന്റിഫിക്കൽ കൗൺസിൽ ഫോർ ലൈഫ് ലോകത്തിലുണ്ടായ സന്യസ്തരെ പറ്റി അഭിഷിക്തരെ പറ്റി ഒരു വളരെ ഗൗരവമായ ഒരു പഠനം നടത്തി. പൊന്റിഫിക്കൽ കൗൺസിൽ ഫോർ ലൈഫ് 2008 ലോകത്തുണ്ടായ സെക്സ് അബ്യൂസ് സ്കാൻഡല്, ഒരുപാട് സന്യസ്തർ സന്യാസ സമൂഹത്തിൽ ഇറങ്ങിപ്പോയി, ഒരുപാട് അഭിഷിക്തര് പൗരോഹിത്യ ജീവിതത്തിൽ തേരാത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായി. അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ അവസരത്തിൽ ലോകപ്രസിദ്ധരായ മനഃശാസ്ത്രജ്ഞര്, ദൈവശാസ്ത്രജ്ഞര്, സോഷ്യൽ സയന്റിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള വ്യക്തികളെ എല്ലാം വെച്ച് പൊന്റിഫിക്കൽ കൗൺസിൽ ഫോർ ലൈഫ് ഒരു പഠനം നടത്തി. വൈദികരെ പറ്റിയും സന്യസ്തരെ പറ്റിയും ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയ ശേഷം അതിന്റെ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഞങ്ങൾ സെമിനാരിൽ പഠിപ്പിക്കുന്ന കൂടി ഒരു വിഷയമാണ്. അതിനുശേഷം വൈദികരെ പറ്റി സന്യസ്തരെ പറ്റിയുള്ള ഈ പഠനം പുറത്തു വന്ന ശേഷം സഭ പറഞ്ഞ കാര്യങ്ങളാണ് പോസിറ്റീവായിട്ട് പറഞ്ഞു. ഇന്ന് 7,40,000 സിസ്റ്റേഴ്സ് കത്തോലിക്ക സഭയിൽ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സേവനങ്ങൾ അങ്ങേയറ്റ സഭ വിലമതിക്കുന്നു. ഏത് ധ്യാനകേന്ദ്രങ്ങൾ നോക്കിയാലും, ഏത് അനാഥാലയങ്ങളിൽ നോക്കിയാലും, സഭയുടെ ഏത് ചാരിറ്റബിൾ മേഖലയിൽ നോക്കിയാലും അവിടെയെല്ലാം ജോലി ചെയ്യുന്ന സിസ്റ്റേഴ്സ് ധാരാളമുണ്ട്. അങ്ങേയറ്റ വിലമതിക്കുന്നു. അതുപോലെ തന്നെ അഭിഷിക്തരുമുണ്ട്, അവരെയും വിലമതിക്കുന്നു. പഠിപ്പിക്കുകയും നയിക്കുകയൊക്കെ ചെയ്യുന്നു. ഇത് പോസിറ്റീവായ അപ്രീസിയേഷൻ പറഞ്ഞു കഴിഞ്ഞു. സഭയെ നിങ്ങൾ ചെയ്യുന്ന സേവനം വലുതാണ്. ആയിരക്കണക്കിന് വൈദികരും സന്യസ്തരുമാണ് കത്തോലിക്ക സഭ ഇതുപോലെ ഈ സഭാ സമൂഹത്തെ ഇതുപോലെ വളർന്നു ഉയർത്തുന്നതിന് പിന്നിൽ കഠിനമായി അധ്വാനിച്ച അവരുടെ കണ്ണീരും കഷ്ടപ്പാടും എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് എണ്ണി പറഞ്ഞ ശേഷം സഭാമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മാത്രത്ത് മസ്ത, മാതാവും ഗുരുനാഥയുമാണല്ലോ അമ്മ. 2000 വർഷത്തെ പാരമ്പര്യത്തിലുള്ള ഒരു അമ്മ തന്റെ മക്കളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, മക്കളെ ഒരു 4 കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ വൈദികരുടെ ധ്യാനത്തിന് ആദ്യം പറയുന്ന പോയിന്റാണ്. ഒരു 4 കാര്യം കൂടി ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം, വൈദികരും സന്യസ്തരും കത്തോലിക്ക സഭയിൽ അവിടെ പറയുകയാണ്, നിങ്ങൾ അതായത് വിശുദ്ധമായ വിശ്വാസം കളഞ്ഞു കുളിച്ചു. സേക്രഡ് ട്രസ്റ്റ് ഈസ് ബീങ് ലോസ്റ്റ്. അതായത് വിശുദ്ധ വിശ്വാസം. ഒരു അച്ഛൻ കള്ളത്തരം പറയില്ല, ഒരു കന്യാസ്ത്രീ കള്ളത്തരം പറയില്ല, ചിരിച്ചുകൊണ്ട് ചതിക്കില്ല, ചതിച്ചുകൊണ്ട് ചിരിക്കില്ല എന്ന തരത്തിൽ ആൾക്കാർക്കും ദൈവജനത്തിനും നമുക്ക് പരസ്പരവും മറ്റുള്ളവർക്കും ഇടപെടാവുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. വിശ്വാസം അതല്ലേ എല്ലാം എന്നായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ അത് മാറ്റി അനുഭവം അതല്ലേ എല്ലാം. വളരെ എളുപ്പത്തിൽ പറയാം, വിശ്വാസം അതല്ലല്ലോ. അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു, നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് ദൈവത്തിന്റെ വചനം അറിയാം, ദൈവീയ കാര്യങ്ങൾ അറിയാവുന്ന മനുഷ്യരാണ്, പഠിപ്പിക്കാനും നയിക്കാനും വിശദീകരിക്കാനായിട്ട് വന്ന മനുഷ്യരാണ്, ഈ തരത്തിലുള്ള കാപട്യങ്ങൾ കാണിക്കാൻ അറിയത്തില്ല, അനീതിയോട് മുഖം തിരിക്കുന്നവരാണ് എന്നൊക്കെ ഒരു അന്ധവിശ്വാസം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അറിവിന്റെ യുഗമാണ്, ഡെമോക്രാറ്റൈസേഷൻ നോളജ്. അനുഭവത്തിലൂടെ ജനം സഭ തന്നെ പറഞ്ഞു, പലരും ഇന്ന് സേക്രഡ് ട്രസ്റ്റ് നഷ്ടപ്പെടുത്തി. അതവിടെ നിൽക്കട്ടെ, ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് വിഷമം തോന്നും. പക്ഷെ ഒരു കാര്യം ചോദിക്കോ, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ആൾക്കാരൊക്കെ പറയുന്നത്, സ്കൂളിലും കുട്ടികൾ തൊട്ട് ഐ ലവ് യു എന്നാ പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവർ പറയാം, ക്യാൻ ഐ ട്രസ്റ്റ് യു, എനിക്ക് നിന്നെ വിശ്വസിക്കാവോ? പുറത്തുള്ള ആൾക്കാരോട് വേണ്ട, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് നമ്മളെ വിശ്വസിക്കാവോ? ക്യാൻ ഐ ട്രസ്റ്റ് യു സിസ്റ്റർ, ക്യാൻ ഐ ട്രസ്റ്റ് യു ഫാദർ, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാവോ? എന്തേ നമ്മുടെ സമൂഹ ജീവിതത്തിൽ ഇരുന്നുകൊണ്ട് കൊച്ചു വർത്തമാനം പറഞ്ഞ ആ വാർത്ത അടുത്ത ദിവസം ഇന്റർനെറ്റ് വഴിയായിട്ടാണോ ഏത് വഴിയായിട്ടാണോ എത്തേണ്ട സ്ഥലങ്ങളിൽ ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ എങ്ങനെ എത്തുന്നത്? അപ്പോൾ സന്യാസ സമൂഹങ്ങളുടെ ഭിത്തികളിൽ ചെവിയുണ്ടോ? ഇത് ഓരോരുത്തരും കണ്ടുപിടുത്തമല്ല. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഒപ്പിട്ട പൊന്റിഫിക്കൽ കൗൺസിൽ ഫോർ പറയുകയാണ്, വിശുദ്ധ വിശ്വാസം കളഞ്ഞു കുളിച്ചു. ഈ വിശുദ്ധ വസ്ത്രത്തിന് വിലയുണ്ടായിരുന്നു. എല്ലാവരും കളഞ്ഞു കുളിച്ചെന്നല്ല പറയുന്നത്, സഭ സാമാന്യവൽക്കരണം നടത്തുന്ന പോലെ പറയുന്നത്. സഭ എന്ന് പറയുകയാണ്, മക്കളെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. നിങ്ങൾ പൗരോഹിത്യ സമയത്ത് പട്ടം കൊടുക്കൽ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് ഈ കാപ്പ ഇടിപ്പിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ പറയുന്ന പ്രാർത്ഥന ഇതാണ്, ജീവിതകാലം മുഴുവനും നിന്നെ നീതിയുടെ വസ്ത്രം കൊണ്ട് മൂടുകയാണ്. നീതിയുടെ ഗാർമെന്റ്സ് ഓഫ് ജാസ്റ്റിസ്. സന്യാസമർപ്പണത്തിന്റെ പ്രാർത്ഥനയിൽ അതിനെ കിടപ്പുണ്ട്. നീതിയുടെ വസ്ത്രമാണിത്. ഈ നീതിയുടെ വസ്ത്രത്തോട് നമ്മൾ ഇന്ന് വില കാണിക്കുന്ന സഭയാണ് വിശുദ്ധ വിശ്വാസം കളഞ്ഞു കുളിച്ചു. ആശുപത്രികളിൽ നോക്കിക്കോ, സ്കൂളുകളിൽ നോക്കിക്കോ, സ്ഥാപനങ്ങളിൽ നോക്കിക്കോ, നമ്മൾ ആരും ചെയ്തെന്ന് പറയുകയല്ല, ഒന്ന് പരിശോധിക്കാനായിട്ടാണ്. സേക്രഡ് ട്രസ്റ്റ്, ക്യാൻ ഐ ട്രസ്റ്റ് യു, എനിക്ക് നിന്നെ ഇന്ന് വിശ്വസിക്കാവോ? ഇന്ന് നമ്മൾ പലപ്പോഴും പറയാനുള്ള സന്യാസങ്ങളിൽ, അതായത് നമുക്ക് മറ്റൊരാളോട് തുറന്നു പറയാനില്ലാത്ത അവസ്ഥകൾ കാണിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ, ജീവിതത്തിന്റെ നൊമ്പരങ്ങളും പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ട് ആർക്കും സമയമില്ലാത്ത അവസ്ഥ. അതൊക്കെ സമയമില്ല. അടുത്ത കാലത്ത് അഭിഷിക്തൻ സന്യാസം ഒരു ഗോവയിൽ നിന്ന് പോയതാണ്. 4 പ്രാവശ്യം അഭിഷിക്തൻ, ഒരു ചെറുപ്പക്കാരനായ വച്ചനാണ്, 4 പ്രാവശ്യം രാവിലോട് ചോദിക്കും, ഒരു അപ്പോയിന്റ്മെന്റ് തരാമോ, എനിക്കൊന്ന് കണ്ട് സംസാരിക്കും, എനിക്ക് സമയമില്ല.
എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, നമ്മൾ ഇന്ന് കേരളത്തിലെ ലോകത്തിന്റെ എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാ എയർപോർട്ടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാ പിതാക്കന്മാരെ കാണാൻ സാധിക്കും. അതുകൊണ്ട് എയർപോർട്ട് ബിഷപ്പിനെ കത്തോലിക്ക സഭയ്ക്ക് ആവശ്യമില്ല എന്ന് അടുത്ത കാലത്ത് മാർപ്പാപ്പ പറഞ്ഞു. ഒഴിവിലച്ചൻ പറഞ്ഞാൽ അവിടെ ഞാൻ കോട്ട് ചെയ്ത് പറയും, അല്ലെ ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യത അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് നമുക്കിന്ന് വേണ്ടത് എയർപോർട്ട് ബിഷപ്സിനെ അല്ല, അതുപോലെ തന്നെ എയർപോർട്ട് സുപ്പീരിയേഴ്സിനെയും അല്ല. എത്ര ദിവസം പോലും സന്യാസങ്ങളിൽ, അതായത് കോൺഷ്യൽ ഹൗസിൽ കാണുന്നില്ല, അല്ലെ മറ്റു സ്ഥലങ്ങളിൽ കാണാത്ത അനുഭവങ്ങൾ നമ്മൾ കാണുന്നു. ആരോട് പറയും, ആരോട് സംസാരിക്കും? Can I trust you? എനിക്ക് നിന്നെ വിശ്വസിക്കാവോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായിട്ട് ഈ പൊളിറ്റിക്കൽ കൗൺസിൽ പറഞ്ഞാണ് യു ബിക്കം എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഇൻ ദ കമ്മ്യൂണിറ്റി. സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഉതപ്പിന് കാരണമാകുക. ഉതപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മിക ശാസ്ത്രം അനുസരിച്ച് ഉതപ്പെന്ന് പറഞ്ഞാൽ മറ്റൊരാളെ പാപത്തിന് പ്രേരിപ്പിക്കുക, മറ്റൊരാളെ തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ്. When we are inspiring a person to do sin, when we are instigating a person to do, തിന്മ ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതുമാണ് വാസ്തവത്തിൽ സ്കാൻഡൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുകയാണ്, സഭ പറയുകയാണ്, സഭയുടെ ഔദ്യോഗിക നേതൃത്വം പറയുകയാണ്, നമ്മുടെ അഭിഷിക്തർക്കും സന്യസ്തർ ഇന്ന് ഒരുപാട് ജീവിതങ്ങൾക്ക് സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി മാറിയിരിക്കുന്നു, ഉതപ്പിന് കാരണമായി മാറുന്നു. ഉദാഹരണത്തിന് ഏറ്റവും സിമ്പിളായ ഉതപ്പ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത് ഒന്നാമത്തെ കത്തോലിക്ക പള്ളി. നമ്മളെല്ലാവരും കൂടി അവിടെ ആൾക്കാർ, അമ്മച്ചിമാരും ചേട്ടന്മാരും ചേട്ടത്തിമാരും എല്ലാവരും കൂടി ഇത് കുർബാനയിൽ കൂടി പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഇതാ ഇവിടെ ഒരാളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് പാലാപറമ്പ് ചെന്ന പാടെ ഉറക്കം തുടങ്ങി. പാലൊഴുകുന്നു, തേനൊഴുകുന്നു, വിശാലനെ ഓടിക്കുന്നു, എഴുന്നേൽക്ക് നിൽക്കുന്നു. അപ്പൊ അവിടെ നിൽക്കുന്ന 80 വയസ്സുള്ള അമ്മച്ചിയും സ്വർഗസ്വമായ പിതാവ് എന്ന പ്രാർത്ഥന സ്വരത്തിൽ ചെല്ലുന്നു. കൊച്ചു അവിടെ കുർബാന പുസ്തകം ചെല്ലുന്നു. ഇവിടെ ഇതാ ഒരു സന്യസ്തര് ഇന്ന് ആ മുഖത്തിന്റെ ലാവണ്യം ഒന്നാകെ മങ്ങി ദുഃഖത്തിൽ ഒടിഞ്ഞു തൂങ്ങി ഒരു കുർബാന പുസ്തകം പോലും എടുക്കാതെ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. സ്കാൻഡൽ നമ്പർ 1 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, ആരെയും ചോദ്യം ചെയ്യാനോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒരു സ്വകാര്യ സമൂഹമായതുകൊണ്ട് ചോദിക്കുക, 10 വചനം പറഞ്ഞ് നമുക്ക് ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ? ഈ അടുത്ത കാലത്ത് വീട്ടിൽ ചെന്ന അവസരത്തിൽ ഞങ്ങൾ 2-3 അച്ഛന്മാരുണ്ടായിരുന്നു. അവിടെ ഒരു ചെറുപ്പക്കാരിയാണ്, യുവതിയാണ്, 2 കൊച്ചു പിള്ളേർക്കുള്ളതാണ്. അപ്പൊ അന്ന് ആ കുടുംബത്തിലെ ഈ ചെറുപ്പക്കാരിയായ ഈ യുവതിയാണ്, അല്ലെങ്കിൽ അമ്മയാണ് പ്രയർ മീറ്റിംഗ് ലീഡ് ചെയ്ത്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഇവിടെ ഹസ്ബൻഡ് പറയുകയാണ്, അച്ഛാ ഇന്നത്തെ പ്രാർത്ഥന കേൾക്കുന്നത് ഇവളായിരുന്നു പ്രാർത്ഥന ലീഡ് ചെയ്തത്. എല്ലാവരും ഇവിടെ സുന്ദരമായ രീതിയിൽ ഒരാഴ്ച മുമ്പ് എഴുതി തയ്യാറായി, കറവസ പ്രാർത്ഥനയൊക്കെ എഴുതി തയ്യാറായി, സുന്ദരമായ രീതിയിൽ കണ്ടുകൊണ്ടൊക്കെ ചോദിച്ച് വരുവാനൊക്കെ നന്നായിട്ട് പറഞ്ഞ് നല്ലപോലെ പ്രയർ മീറ്റിംഗ് നടത്തിയിട്ടാണ് ഇവള് വരുന്നത്. അപ്പൊ കെട്ടിയൊന്നല്ലേ ഞങ്ങളെ കണ്ടപ്പോൾ ഇന്ന് ഇവള് അച്ഛന്മാരെ തോപ്പിച്ച് കളയുന്നു, അതുപോലെ പ്രയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മറ്റു കൂടെ അച്ഛൻ ചോദിച്ചു, എല്ലാവരും ഒക്കെ പ്രാർത്ഥിക്കാൻ കൂടിയെന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞൊരു വെച്ച് കളയാണ്. ഇന്ന് അവിടെ വന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. 2 സമർപ്പിതരായ 2 സിസ്റ്റേഴ്സ് വന്നിരുന്നു, അവർ മാത്രം പ്രാർത്ഥിച്ചില്ല. സിസ്റ്റേഴ്സിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി അവർ മലപ്പുറം പറഞ്ഞല്ല, അവർ നാച്ചുറലായിട്ട് വന്നാണ്. വന്നവരെല്ലാം പ്രാർത്ഥിച്ചു, 2 പേര് പ്രാർത്ഥിച്ചില്ല. അവരുടെ സത്യമാണ്. ഇതായി പറഞ്ഞത്, ഏറ്റവും നിസ്സാരമായ പള്ളി കുത്തിയിരുന്ന് ഉറങ്ങുന്നത് തൊട്ട് ഈ സ്കാൻഡലുകൾ ദൈവജനത്തിന്റെ മുൻപിൽ പ്രേരണയും പ്രചോദനവും കൊടുക്കേണ്ടവരാണെന്ന് ഈ പണി കാണിക്കുന്നത്. അതാണ് അവിടെയാണ് പ്രശ്നം. ദൈവജനത്തിന്റെ മുമ്പിൽ നമ്മളെ നിർത്തിയിരിക്കുന്നത് ദാസ്യവേല ചെയ്യാൻ വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധ വലിച്ചാൽ അപകടം ജനിക്കും. ശ്രദ്ധ വലിച്ചാൽ അപകടം ജനിക്കുന്നത് സ്കാൻഡൽ കമ്മ്യൂണിറ്റി. അവർക്ക് എന്താ പറയാൻ പറ്റുന്നത്? നമ്മുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് ആ 2-3 പേർക്ക് ആൾക്കാരാണ്. ആൾക്കാർക്കറിയാം, ഈ 250 വീട്ടുകാർ ഈ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ആളാരാണ്? ആ അമ്മയും ഈ അമ്മയുമാണ്, ആ കുഞ്ഞമ്മയും വലിയമ്മയും. ആൾക്കാർ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് സഭ വെറുതെ പറയുന്നതല്ല, യു ബിക്കം എ സ്കാൻഡൽ ടു ദ കമ്മ്യൂണിറ്റി. പല വൈദികരുടെയും പല സന്യസ്തരുടെയും ജീവിത ശൈലികൾ ഇന്ന് പരസ്യമായിട്ട് ദൈവജനത്തിന് സ്കാൻഡലായി തീർന്നിരിക്കുന്നു. ഒരു കൊച്ചുദാഹരണം പറഞ്ഞ ഒരു കേസ് സ്റ്റഡി പോലെ എടുക്കാം. ഈ നിങ്ങളൊക്കെ ഓരോരോ ഇടവകയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, ഇടവകയിൽ ജോലി ചെയ്തിട്ടുള്ളവരാണ്. ആ ഇടവകയിലെ ഇടവകജനത്തിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കിയോ. ഇടവകയുടെ സമൂഹത്തിന്റെ ആരംഭം തൊട്ട് ആ ഇടവകയിൽ നമുക്ക് കൃത്യമായിട്ട് കണ്ടാൻ സാധിക്കും. അവിടെ ചിലപ്പോൾ ഒരു ടിൻഡുമോളും ഡുണ്ടുമോളിലും കൂടി ഒളിച്ചോടി പോയെന്നൊക്കെ ഇരിക്കും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വന്നു, പിള്ളേരുണ്ടായി കഴിയുമ്പോൾ കാരണവന്മാർ ക്ഷമിച്ചു. ഓക്കെ, പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ കണ്ടാലിച്ച് തിന്നാതിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണവന്മാർ ക്ഷമിക്കും. പക്ഷെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയോ, ആ ഇടവകയുടെ ചരിത്രം എടുത്ത് നോക്കിയോ, അവിടെ ഒന്നെങ്കിൽ ഒരു അഭിഷിക്തൻ അല്ലെങ്കിൽ ഒരു സമർപ്പിത വ്യക്തി ആ ഇടവക സമൂഹത്തിന് കൊടുത്ത സ്കാൻഡല് ഇന്നും ആ ഇടവക സമൂഹത്തിൽ പാട്ടാ. ആ വൈദികൻ വന്നപ്പോൾ ആ അഭിഷിക്തനിലൂടെ, ആ സമൂഹത്തിലൂടെ, ആ സിസ്റ്ററിലൂടെ, അത് നമ്മുടെ സന്യാസ സമൂഹം ഇന്ന് പലപ്പോഴും പല സന്യാസ സമൂഹങ്ങളും
പല ജീവിതങ്ങളും, അഭിഷിക്ത സന്യാസ മേഖല പല ജീവിതങ്ങളും ഇങ്ങനെയുള്ള മേഖലകളിൽ മുറിവുകൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് അതായത് വിസ്മരിക്കാനാവാത്ത സത്യം. അതുകൊണ്ട് സഹോദരൻ, യു ബിക്കം എ സ്റ്റാൻഡേർഡ് ടു ദി ചർച്ച്. ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട ചോദ്യമാണ്. ആ ഐ എസ് സ്റ്റാൻഡേർഡ് ടു ദി കമ്മ്യൂണിറ്റി. ഇന്ന് പള്ളിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുമോ? ആ ഇരുന്ന് ചെറുപ്പക്കാരി പെൺകുട്ടി കൂടി ഇരുന്ന് വെറുതെ ഇരുന്ന് അവിടെ ഇരിക്കുന്ന ആ കുർബാന പുസ്തകം എടുത്തുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കുമോ? ഈ ആരാധന അല്പം കൂടെ സജീവമായിട്ട് പങ്കെടുക്കാനായിട്ട് ആ കൊച്ചിനോട് സാധിക്കുമോ? അതാണ് പറഞ്ഞത്, സന്യാസ ജീവിതം പറയുന്നത് സാക്ഷ്യ ജീവിതമാണ്. മിശിഹായുടെ പരിമളമായിട്ട് സാക്ഷ്യം വഹിക്കുക. അശുദ്ധി നിറഞ്ഞ സ്ഥലത്തേക്ക് അല്പം പെർഫ്യൂം ഒഴിച്ചു കഴിയുമ്പോൾ അശുദ്ധിയുടെ മണം മാറി നമ്മുടെ പരിമളത്തിന്റെ ഗന്ധം വരുന്ന പോലെ മിശിഹായുടെ പരിമളമായി മാറുക എന്ന് 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ മിശിഹായുടെ പരിമളമായി മാറാനുള്ളതാണ് സമർപ്പിത സാക്ഷ്യം. മൂന്നാമതായിട്ട് മുനിഫിക്കൽ കൗൺസിൽ ലൈഫ് പറഞ്ഞ വൈദികരെ, സന്യസ്തരെ, നിങ്ങൾ നല്ലവരാണ്, മിടുക്കരാണ്, കഴിവുള്ളവരാണ്. ഒന്ന്, നിങ്ങൾ പറഞ്ഞു നിങ്ങളെ സംബന്ധിച്ചുള്ള വിശുദ്ധ വിശ്വാസം നിങ്ങൾ പറഞ്ഞു വിളിച്ചു. 1. 2, സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി മാറി. 3, അതായത് ഹർട്ടിംഗ് ദി ഹാർട്ട് ഓഫ് ദി ചർച്ച്. ഹർട്ടിംഗ് ദി ഹാർട്ട് ഓഫ് ദി ചർച്ച്. സഭാഹൃദയത്തെ ആഴത്തിൽ മുറിപ്പെടുത്തി. സഭാഹൃദയത്തെ ആഴത്തിൽ മുറിപ്പെടുത്തി. സമർപ്പിത സന്യാസ മേഖലയിൽ ഇരിക്കുന്നവരെല്ലാവരും ചെയ്തെന്നുള്ള സാമാന്യവൽക്കരണം ഒന്നുമാണ് ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. ഇത് സഭാസമൂഹം നമ്മളോട് പറയുകയാണ്, യു മേഡ് എ സീരിയസ് ഹർട്ട് ഇൻ ദി ഹാർട്ട് ഓഫ് ദി ചർച്ച്. സഭാഹൃദയത്തെ ആഴത്തിൽ ഇൻഫ്ലിക്റ്റിംഗ് പെയിൻ അപ്പോൺ ദി ഹാർട്ട് ഓഫ് ദി ചർച്ച്. സഭാഹൃദയത്തെ ആഴത്തിൽ മുറിപ്പെടുത്തിയെന്നാണ്. നോക്കിയോ, നമുക്ക് ഓരോരുത്തരും ചിന്തിക്കാവുന്ന സ്വയം ആത്മവിമർശനം. അവിടെ ഓരോ ക്ലാസ്സും ചിന്തയൊക്കെ പറയുന്നത് സെൽഫ് ക്രിറ്റിസിസമാണ്. സെൽഫ് ക്രിറ്റിസിസം ഈസ് ദ ബെസ്റ്റ് ക്രിറ്റിസിസം. സെൽഫ് കറക്ഷൻ ഈസ് ദ ബെസ്റ്റ് കറക്ഷൻ. സെൽഫ് റിന്യൂവൽ ഈസ് ദ ബെസ്റ്റ് റിന്യൂവൽ. അതുകൊണ്ട് സെൽഫ് കമ്മിറ്റ്മെന്റ് ഈസ് ദ ബെസ്റ്റ് കമ്മിറ്റ്മെന്റ്. അതുകൊണ്ട് സെൽഫ് ക്രിറ്റിസിസം, സെൽഫ് കറക്ഷൻ, സെൽഫ് റിന്യൂവൽ, സെൽഫ് കമ്മിറ്റ്മെന്റ്. അത് മറ്റാരുമല്ല. നമുക്ക് ലക്ഷ്മണരേഖ വരയ്ക്കേണ്ടത് പ്രൊവിൻഷ്യൽസോ സുപ്പീരിയേഴ്സോ വേറെ ആർട്ടിഫിഷ്യൽസോ ഒന്നുമല്ല. നമുക്ക് അതായത് ലക്ഷ്മണരേഖ വരച്ചത് ജീവിതത്തിന്റെ ഒരു നിമിഷത്തിൽ മനോഹരമായ ദൈവാലയത്തിൽ മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ സഭാധികാരികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ അതായത് നമ്മൾ ലക്ഷ്മണരേഖ നമുക്ക് തന്നെ വരച്ചു. ഇന്നു മുതൽ മരണം വരെ എല്ലാവരെയും സ്നേഹിച്ചുകൊള്ളാം ബ്രഹ്മചര്യം. ഇന്നു മുതൽ മരണം വരെ എനിക്കുള്ളതൊക്കെ പങ്കുവെച്ചു കൊടുത്തുകൊള്ളാം. വൗ ടു ഷെയർ. അതാണ് ദാരിദ്ര്യം. ഇന്നു മുതൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഞാനും എന്റെ സമൂഹവും ജീവിച്ചുകൊള്ളാം. വൗ ടു ലിസൺ ടു ദി വിൽ ഓഫ് ഗോഡ്. അതുകൊണ്ട് സന്യസ്തരെടുത്തിരിക്കുന്ന വ്രതം എന്ന് പറയുന്നത്, ഞാനാകുന്ന അപ്പത്തിന്റെ മേൽ ഞാൻ ഉച്ചരിച്ച കൂദാശ വചനമാണ് എന്റെ വ്രതവാചകം. ഞാനാകുന്ന അപ്പത്തിന്റെ മേൽ ഞാൻ ഉച്ചരിച്ച കൂദാശ വചനമാണ് എന്റെ വ്രതവാചകം. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഓരോ സന്യാസിനിയും സന്യസ്തരും അഭിഷിക്തരും ഈ ലോകത്തോട് പറയുന്നതാണ്, ദിസ് ഈസ് എ ബോഡി ബ്രോക്കൺ ഫോർ എ ബ്രോക്കൺ വേൾഡ്. മുറിവേറ്റ ലോകത്തിന് വേണ്ടി മുറിക്കപ്പെട്ട ശരീരമായി. ഇറ്റ് ഈസ് എ ബോഡി ബ്രോക്കൺ ഫോർ എ ബ്രോക്കൺ വേൾഡ്. മുറിവേറ്റ ജീവിതങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഒരു അപ്പമായി മാറാറുണ്ട്. അതുകൊണ്ട് പൊണ്ടിഫിക്കൽ കൗൺസിൽ ഫോർ ലൈഫ് പറയുന്ന 3-ാമത്തെ ദിവസമാണ് സീരിയസ്ലി ഹർട്ടിംഗ് ദി ഹാർട്ട് ഓഫ് ദി ചർച്ച്. ബെനഡിക്ട് മാർപ്പാപ്പ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിലെത്തി. അവിടെ ഇതുപോലെ സന്യസ്തരെയും വൈദികരുടെയും വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അവിടെ മാർപ്പാപ്പയ്ക്ക് പ്രസംഗിക്കാനായിട്ട് സമയം കിട്ടി. BBC, CNN, ABC എന്നിവരുടെ ലോകപ്രസിദ്ധരായ എല്ലാ ചാനലുകളിലൂടെ വന്നിരുന്നു. ആ ചാനലുകൾ മുന്നിൽ നിന്നുകൊണ്ട് മാർപ്പാപ്പ വികാര നിരസനമായി പറഞ്ഞൊരു പ്രസംഗം ലോകം മുഴുവനും അതായത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട അഭിഷിക്തരെ, സന്യസ്തരെ, once there was a time Catholic Church was persecuted by its cruel, wicked emperors like Caligula and Nero and such emperors. ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭ ഏറ്റവും അധികം പീഡിപ്പിച്ചത് നീറോയും കലിഗുളയും അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ രാജാക്കന്മാരും ഭൗതിക രാജാക്കന്മാരാണ്. കത്തോലിക്ക സഭ ഏറ്റവും അധികം പീഡിപ്പിച്ചത് ഇങ്ങനെയുള്ളവരാണ്. Today the Catholic Church is being persecuted by its beloved priests and religious. ഇന്ന് കത്തോലിക്ക സഭയെ പീഡിപ്പിക്കുന്നത് IS-കാരെന്നതിനേക്കാൾ ഉപരിയായി, ഇസ്ലാമിക് തീവ്രവാദികൾ എന്നതിനേക്കാൾ ഉപരിയായി, വിശ്വാസത്തിന് സാക്ഷ്യം കൊടുക്കാതെ, വിശ്വാസ ജീവിതത്തിന് പ്രേരണയും പ്രചോദനവും കൊടുക്കാതെ മുമ്പിൽ നിന്ന് സാക്ഷ്യം വഹിക്കുന്നതിന് പകരം മുമ്പിൽ വീണ് കിടക്കുന്ന, മുഞ്ഞുകുത്തി കിടക്കുന്ന സന്യസ്തരാണ് ഇന്ന് കത്തോലിക്ക സഭയിൽ ഒരു സ്കാൻഡൽ. വെളിച്ചം ദുഃഖമാണ് നീ, തമസല്ലോ സുഖപ്രദം. ചില അറിവുകൾ നമ്മളെ അസ്വസ്ഥമാക്കും. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ, അറിവുണ്ടെന്ന് നടിക്കുന്ന നമ്മൾ അറിയേണ്ടത് അറിയുന്നില്ല, അറിവുണ്ടെന്ന് നടിക്കുന്ന നമ്മൾ അറിയേണ്ടത് അറിയുന്നില്ല എന്നുള്ള ഒരു നിരീക്ഷണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനും ഒരു സന്യാസ സമൂഹത്തിലെ അംഗമാണ്, NCBS സന്യാസ സമൂഹത്തിലെ അംഗമാണ്.
അതുകൊണ്ട് മാറി എന്ന് പറയുന്നതല്ല. ഈ സന്യാസ സമൂഹത്തിന്റെ അതായത് നൊമ്പരവും കണ്ണുനീരും കഷ്ടപ്പാടും സമൂഹ ജീവിതത്തിന്റെ രസതന്ത്രവും ഊർജ്ജതന്ത്രവും ഗണിതശാസ്ത്രവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്ന ഈ ഇരിക്കുന്നവരൊക്കെ മോശക്കാരാണെന്നോ ഞാൻ നല്ലതാണെന്നൊന്നുമല്ല. നമ്മളൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന മനുഷ്യരാണ്. എന്നാൽ ഈ കേരള സഭയിൽ ഇന്ന് സന്യസ്തർ എന്ന് പറയുന്നത് ഉറങ്ങുന്ന സംഘമാണ്. എ സൈലന്റ് മജോറിറ്റി അല്ലെ സൈലൻസ്ഡ് മജോറിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സന്യാസം നമുക്ക് കേരള സഭ ഇത്രമാത്രം ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം കേരള സഭ പോലും തിരിച്ചറിയുന്നുണ്ടോ എന്നറിയില്ല. ഈ സന്യാസ വർഷത്തിൽ പോലും ഇത്രമാത്രം ഉറങ്ങുന്ന ഒരു സ്ത്രീ ശക്തി, പ്രത്യേകിച്ച് ഒരു സ്ത്രീ ശക്തി 31,500 സിസ്റ്റേഴ്സ് ഈ നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. എ സൈലന്റ് മജോറിറ്റി ഓർ എ സൈലൻസ്ഡ് മജോറിറ്റി ആണെന്നുള്ള ഒരു പരമസത്യം നിഷേധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ സഹോദരനെ ഈ റിന്യൂവലിനെ സംബന്ധിച്ച് പറയുമ്പോൾ നാലാമതായിട്ട് പറഞ്ഞത് സീരിയസ്ലി നാലാമതായിട്ട് പറഞ്ഞതാണ് many are under suspicion. Many innocent priests and sisters are under suspicion. നിരപരാധികളായിട്ട് ജീവിക്കുന്ന ധാരാളം വൈദികർ ഈ സമൂഹത്തിലുണ്ട്, ധാരാളം സിസ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ നിരപരാധികളായിട്ട് ജീവിക്കുന്ന ധാരാളം വൈദികരെയും സിസ്റ്റേഴ്സിനെയും അതായത് സംശയത്തിന്റെ മുൾമനയിൽ നിർത്തുന്ന ചില അപഭ്രംശങ്ങൾ, ചില അപജയങ്ങൾ, ചില എതിർ സാക്ഷ്യങ്ങൾ നമ്മുടെ സന്യാസ സമൂഹങ്ങളിൽ നിന്ന് പൗരോഹിത്യ മേഖലയിൽ ഉണ്ടായി കഴിയുമ്പോൾ അത് സമാഹൃദയത്തിലേക്ക് ഏൽപ്പിക്കുന്ന മുറിവാണെന്നാണ് സഹോദരൻ. അതുകൊണ്ട് സന്യാസം നമ്മൾ പറഞ്ഞു വന്നതാണ്, സന്യാസ സമൂഹങ്ങൾ മറ്റൊന്നിനുമല്ല, സന്യാസ സമൂഹങ്ങൾ സഭയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, സമൂഹമായിട്ട് സാക്ഷ്യം വഹിച്ച് മുമ്പിൽ നിൽക്കുക. മുമ്പിൽ നിന്ന് സാക്ഷ്യം വഹിക്കുക. എന്തിന്റെ സാക്ഷ്യം? വിശ്വാസത്തിന്റെ സാക്ഷ്യം. വിവിധ കോൺസെക്രാത്തയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷൈനിങ് സൈൻ ഓഫ് ഗ്രേസ്, കൃപയുടെ തിളക്കമാർന്ന സാക്ഷ്യം. ഈ സാക്ഷി എന്നും കാണി എന്നും രണ്ട് വാക്കുണ്ടല്ലോ. കാണി എന്ന് പറയുന്നത് കളി കാണുന്നവരാണ്, ഗാലറിയിൽ നിന്ന് കളി കാണുന്നവരാണ് കാണി എന്ന് പറയുന്നത്. സാക്ഷി എന്ന് പറയുന്നത് അടുത്ത് നിന്നുകൊണ്ട് ഈ അപകടം കാണുന്നു, ആ അപകടത്തിൽ ആളെ വീഴുന്നു, ആളെ എടുക്കുന്നു, രക്തം കയ്യിൽ വീഴുന്നു, അല്ലെങ്കിൽ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ആശുപത്രി കൊണ്ടുപോകും, ചിലപ്പോൾ ആ വ്യക്തി കയ്യിൽ നിന്ന് മരിക്കുന്നു. സാക്ഷിയാണ്. ഞാൻ ഒരു അനുഭവസ്ഥരാണ്. ഞാൻ കണ്ട് വെറുതെ ദൂരെ നിന്ന് കണ്ടതല്ല, വീഡിയോയിൽ കണ്ടതല്ല, എക്സ്പീരിയൻസ് ആണ്. എനിക്കൊരു അനുഭവം ഉള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സന്യാസ സമൂഹം എന്ന് പറയുന്നത് കാണിയാകാനുള്ള വിളിയല്ല, ഇത് സാക്ഷിയാകുക. എന്തിന്റെ സാക്ഷി? ക്രിസ്തീയ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കണം. ആ വിശ്വാസം കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആയതുകൊണ്ട് ആ വിശ്വാസത്തിന് ഇപ്പൊ ദാരിദ്ര്യ ജീവിതത്തിലൂടെ ലളിത ജീവിതത്തിലൂടെ അതായത് നമ്മൾ ഫ്രാൻസിസ്കൻ ദാരിദ്ര്യ സന്യാസ സമൂഹം സാക്ഷ്യം വഹിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള തീവ്രമായ ഒരു താല്പര്യവും ശ്രദ്ധയും ദൈവജനത്തെ ജീവന്റെ ഉറവിടമായ ദിവ്യകാരുണ്യത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങളാണ് ദിവ്യകാരുണ്യ സഭക്കാർ നയിക്കുന്നതെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിലോ ഈ നാട്ടിലെ കുട്ടികളെയും സ്ത്രീകളെയും ഉണർത്തുകയും ചെയ്യുകയാണ് CMC-ക്കാർ ചെയ്യേണ്ടതെങ്കിൽ ഈ സമൂഹത്തിലെ അവസരവാർത്തരും ആലംബഹീനരമായ മനുഷ്യരെ യേശുവിന്റെ കരുണാർദ്രമായ സ്നേഹത്തിലേക്ക് കൊണ്ടുവരികയാണ് SH-ക്കാർ ചെയ്യേണ്ടതെങ്കിൽ ഹോളി ഫാമിലിക്കാരെന്ന തിരുഹൃദയത്തിന്റെ തിരുക്കുടുംബത്തിന്റെ രൂപത്തിലേക്ക് ദൈവജനത്തെയും ക്രിസ്തീയ കുടുംബങ്ങളെയും രൂപപ്പെടുത്താനായിട്ട് ആ തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുകയാണെങ്കിൽ സന്യാസ സമൂഹത്തിൽ കാര്യങ്ങൾ തമ്മിൽ സ്പ്ലിറ്റുകളില്ല. എല്ലാ കാര്യവും അതിൽ തന്നെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ദാനമാണ്. ഈ മനോഹരമായ ബൊക്കയിലെ മനോഹരമായ പൂക്കളാണ്. ഈ പൂക്കളെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഈ ബൊക്കയ്ക്ക് സൗന്ദര്യം ഉണ്ടാകുന്ന പറഞ്ഞ പോലെ തന്നെ വരുന്ന ഒരു വളർച്ചയിലേക്കാണ്. അപ്പൊ സന്യാസം സാക്ഷ്യമാണ്. അപ്പൊ ഈ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒന്നിന്റെ വ്യാഖ്യാനങ്ങൾ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇതെന്തിന്റെ സാക്ഷ്യം എന്ന് ചോദിച്ചാൽ ഒന്ന് അതായത് ഈശോമിശിഹാ തന്നെ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുന്ന സ്ഥലത്ത് പുളിമാവായി തീരുക. ഈ ഡോക്യുമെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ജീവിതത്തിന്റെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കാരുണ്യത്തിന്റെ മുഖം പേറുന്ന പുരോഹിതരാകുക, കാരുണ്യത്തിന്റെ മുഖം പേറുന്ന സമർപ്പിതരാകുക, ആയിരിക്കുന്ന സ്ഥലത്തിൽ കാരുണ്യം റിഫ്ലക്ട് ചെയ്യുന്നവരാകുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനമാണ്. അവന്റെ കാരുണ്യം നമ്മളെ അതിശയിപ്പിക്കുന്നു. ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹം നമ്മളെ അതിശയിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ് ഓഫ് മേഴ്സി എന്ന കാരുണ്യത്തിന്റെ ജൂബിലി വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് സഭയിൽ ഡോക്യുമെന്റ് വന്നിരിക്കുന്നത്. ഇനി ഇതൊന്ന് മേടിച്ച് വായിക്കുകയാണെങ്കിൽ അതിന്റെ പൊരുൾ എന്താണെന്ന് ഞാൻ ഇതിന്റെ ഒരു ഹെർമനോട്ടിക്സ് ഇതൊന്ന് വ്യാഖ്യാനിക്കുന്നത് ഇതിന്റെ പിന്നിലെ പൊരുൾ എന്തായിരുന്നു. 2-ാം അധ്യായം 1965 50-ാമത്തെ വർഷം കാരുണ്യ വർഷമായിട്ട് സഭ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് ഈ സന്യാസ വർഷത്തിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇനിയും സന്യസ്തർക്ക് കാരുണ്യത്തിന്റെ മുഖം ഫേസ് ഓഫ് മേഴ്സി പേറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നതിനെ പറ്റി വീണ്ടും ഒരു മുന്നറിയിപ്പുണ്ട്. യെരമ്യാപ്രവാചകന്റെ പുസ്തകം വായിച്ചില്ല എങ്കിൽ താമസിയാതെ തന്നെ വിലാപങ്ങളുടെ പുസ്തകം വായിക്കേണ്ടി വരും.
നേരായ രീതിയിൽ ശക്തമായ ഭാഷയിൽ നമുക്കാണ് യേശയ്യാ പ്രവാചകന് ശേഷം മൈക്ക് ജെറമ്യായി കൈമാറി കഴിയുമ്പോൾ ജെറമ്യാ വന്ന് കൃത്യമായ രീതിയിൽ എണ്ണി എണ്ണി അക്കമിട്ട് പറഞ്ഞു, അവിശ്വസ്തയായ ഇസ്രായേലിൽ തിരിച്ചു വരിക. എത്ര തെറ്റുപറ്റിയെങ്കിലും ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ ലോകബലി കൃത്യമായിട്ട് പറയുകയാണ്, കാരുണ്യമായ തമ്പുരാനിലേക്ക് തിരിച്ചു വരിക. ദൈവത്തിന് കാരുണ്യം എന്ന സ്വഭാവം ഉണ്ടെന്നല്ല പറയേണ്ടത്, ദൈവം കാരുണ്യമാണ്, ദിവ്യ കാരുണ്യം. എന്താണ് നമ്മൾ ഈ കാരുണ്യം എന്ന വാക്കിന് നീതി എന്ന വാക്കുകൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാരുണ്യം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുള്ളൂ. നീതി എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് അർഹിക്കുന്നത് കൊടുക്കുക എന്നുള്ളതാണ് നീതിയുടെ ഒന്നാമത്തെ അർത്ഥം. ഡ്യൂ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയും. അതായത് മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആണ്. ഓരോരുത്തർക്കും അർഹതയുള്ളത് കൊടുക്കുക. നമ്മുടെ സന്യാസ സമൂഹങ്ങളിലും ഈ ലോക സമൂഹത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ കോൺസെപ്റ്റാണ്. അതായത് യവന ചിന്തയാണ്, ഓരോരുത്തർക്കും അർഹതയുള്ളത് കൊടുക്കുക. അപ്പോൾ അവിടുത്തെ പ്രശ്നമാണ്, അർഹത ആരാണ് നിശ്ചയിക്കുന്നത്? അധികാരത്തിലിരിക്കുന്ന വ്യക്തി. എന്താണ് അർഹത അത് നിശ്ചയിക്കുന്നവരാണ്, അതും അധികാരത്തിലിരിക്കുന്ന വ്യക്തി. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എത്യോപ്യക്ക് ഇത്രയും കൊടുത്താൽ മതി, അവർ കഴിവില്ലാത്ത മനുഷ്യർ, അവർക്ക് അത് മതി, അവരുടെ അർഹത അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, മാരകമായ കീടനാശിനികൾ ഇനി അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ വേണ്ട, ഇന്ത്യയെ പോലുള്ള ദുർബല രാജ്യങ്ങൾ ആരാണ് അർഹത നിശ്ചയിക്കുന്നത്? അവിടെ പ്രശ്നങ്ങളില്ല. എന്നാൽ ഈശോ മിശിഹ പഠിപ്പിച്ച നീതി എന്ന് പറയുന്ന അർഹതയുള്ള നീതിയല്ല. അർഹതയെ പറ്റിയാണ് ഈശോ പറഞ്ഞത്. ഈശോ മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാനായിട്ട് വന്ന ജോലിക്കാരുടെ ഉപമ പറഞ്ഞുകൊണ്ട് മനോഹരമായ രീതിയിൽ കാരുണ്യം എന്താണെന്ന് കാണിക്കുന്നുണ്ട്. അതിൽ വന്ന പറയുന്നത് എന്താണ്? അവിടെ നമ്മൾ കാണുന്നുണ്ട്, രാവിലെ എന്ന് കഴിഞ്ഞപ്പോൾ കുറെ സംശയം കിട്ടി. അവരോട് രാവിലെ അവർ പഠിക്കുക എന്നുള്ളതാണ് പറഞ്ഞു. അവരെന്തിനാണ് നമ്മൾ ഇന്നത്തെ പോലെ ബംഗാളികളെ പോലെ ഒറീസക്കാരെ പോലെ എത്രയോ അല്ലെങ്കിൽ പെരുമ്പാവൂരൊക്കെ വന്നിങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ പോലെ നിൽക്കുന്നതാണ്. ഒരു ദിവസത്തെ കൂലി അതായത് നമ്മളവിടെ കാണുന്ന രീതി ഇപ്പൊ 500-600 രൂപ കൊടുക്കുന്നെങ്കിൽ അവിടുത്തെ രീതി അനുസരിച്ചുള്ള ഒരു തുക അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ രാവിലെ വന്നു അവർക്ക് കൊടുത്തു. ഒരു ഉച്ചയായപ്പോഴത്തേക്കാണ് വീണ്ടും ആ ചേട്ടൻ പോയപ്പോൾ കണ്ടു അവിടെ കുറെ മനുഷ്യർ വന്നേ ഇരിക്കുക. അവരോട് എന്നാ നിങ്ങൾക്ക് പണി വേണം, അത് അവിടെ ഒന്ന് വെള്ളോളാം, അവർക്കും കൊടുത്തു. ഉച്ചയായപ്പോൾ വേറെ ചിലർ കണ്ടപ്പോൾ അവർക്കും കൊടുത്തു. ഇവരെല്ലാം പണി കഴിഞ്ഞ ശേഷം അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു ദിവസത്തെ കൂലി എത്രയാണോ അവർക്ക് അത് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ പരാതിപ്പെട്ടു, ഞങ്ങൾ 8 മണിക്കൂറല്ലേ പറഞ്ഞത്, 4 മണിക്കൂർ പറഞ്ഞില്ലേ, 5 മണിക്കൂർ കൊടുത്തേ. ഉടമസ്ഥൻ പറഞ്ഞു, നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരു ദിവസത്തെ കൂലിക്ക് നിങ്ങളെ പണിയാൻ വിളിച്ചു കൊടുത്തു. അതുകൊണ്ട് ഈ ഉടമസ്ഥനായ എനിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ചെയ്തത്? ഓരോരുത്തർക്കും അർഹതയുള്ളതല്ല കൊടുത്തത്, ആവശ്യം നോക്കി കൊടുക്കുകയാണ്. അപ്പൊ ഈ കരുണ എന്ന് പറയുന്നത്, ചാരിറ്റബിൾ ജസ്റ്റിസ് എന്ന് പറയുന്ന വാക്കിന് ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് മേഴ്സി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണ കാണിക്കുക, അയ്യോ എനിക്ക് നിന്നോട് സിമ്പതി തോന്നുന്നു എന്ന് പറയുന്നതൊന്നും അല്ല കരുണ. കരുണ എന്ന് പറയുന്നത് ആവശ്യം, അർഹത നോക്കി കൊടുക്കുന്നതല്ല, ആവശ്യം നോക്കി കൊടുക്കുന്നതാണ്. ആവശ്യം കാണുന്ന കണ്ണുണ്ട് എൻ്റെ അമ്മയ്ക്ക്, സങ്കടം കേൾക്കുന്ന ചെവിയുണ്ട് എൻ്റെ അമ്മയ്ക്ക്, ആ നൊമ്പരം കാണുന്ന ഹൃദയമുണ്ട് എൻ്റെ അമ്മയ്ക്ക്. സീറോ മലബാർ സഭയിൽ ഇന്ന് വായിച്ച സുവിശേഷ ഭാഗം കാനായിലെ കല്യാണവിരുന്നിലെ അമ്മയാണ്. ഈ അമ്മയാണ് കാരുണ്യത്തിന്റെ അമ്മ എന്ന് പറയുന്നത്. ശരിക്കും ഇവർക്ക് ധാരാളം സിസ്റ്റേഴ്സാണ്. ഈ മാതൃമുഖമാണ് ദൈവം തമ്പുരാൻ എന്തുകൊണ്ടാണ് ഈ കാരുണ്യമൂർത്തിയായ അമ്മ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോയത്? ഉടലോടുകൂടി പൊക്കിയെന്നാണ് പറയുന്നത്. ക്രിസ്തീയ പാരമ്പര്യം അതാണ്. അവളെ ഈ ഭൂമിയിൽ നിന്ന് ദൈവം അത്രമാത്രം ഉയർത്തിന് കാരണം എന്താണ്? ആ ഒറ്റ സംഭവം നോക്കിയാൽ മതി. കാനായിലെ കല്യാണവിരുന്നിൽ ഒരു കുടുംബം തകർച്ചയുടെ വക്കില. ഒരു പെൺകുട്ടിയുടെ കുടുംബമാണെന്നുള്ളത് സംശയിക്കണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുക്കൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ആൾക്കാർ ഗ്രൂപ്പായിട്ട് അതിനു മുമ്പ് വരുന്നവരെല്ലാം ഇങ്ങനെ ഭക്ഷണം കഴിച്ചു പോവുകയാണ്. വന്നവരെല്ലാം വീഞ്ഞും എല്ലാം കുടിച്ചു പോയി. ശിഷ്യന്മാർ 12 പേര് വന്നിട്ടുള്ളതാണ്. ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ മത്സരിച്ച് ചെന്ന് കുടിച്ചിട്ടായിരിക്കും തീർന്നു പോയത്. ഇപ്പൊ ചെറുക്കൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഏതാണ്ട് സംഗതികളൊക്കെ തീർന്നു പോയി. അപ്പൊ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അവരുടെ കുടുംബത്തിലുണ്ടായി. ആ അവസരത്തിൽ നമ്മൾ കാണുന്ന ചില മനുഷ്യര് ഒരുപക്ഷെ എന്ന് ചോദിച്ചിട്ടുണ്ടാവാം, ഒരു സഹതാപത്തോടു കൂടി എന്നാ പറ്റി, തീർന്നു പോയോ? വേദനിക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ സഹതാപത്തോടു കൂടി വന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. മുറിവേറ്റ മനസ്സുകളെ മുള്ളുകൊണ്ട് കുത്തുന്ന ഒരു രീതിയാണ് സഹതാപം. നമുക്ക് ആരുടെയും സഹതാപം ആവശ്യമില്ല, സഹതപിക്കാതിരിക്കുന്നുണ്ടല്ലോ. ഒരു സഹതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റിയത് കേൾക്കാൻ, വാർത്ത കേൾക്കാനാണ്. എന്നാ വാർത്ത ഉണ്ടായത് അറിഞ്ഞില്ലല്ലോ. വാർത്ത കേൾക്കാനായിട്ട് വരുന്ന സഹതാപതരങ്ങളൊന്നും ആവശ്യമില്ല. ഇനി മറ്റൊരു കൂട്ടൊരു പക്ഷേ ആ മനുഷ്യനെ കളിയാക്കിയിട്ടുണ്ടാകും. ആനയും അണ്ണാനും ഒരുപോലെ വാവിളിച്ചാൽ എങ്ങനെ ഇരിക്കും? ഉള്ളവരെയെല്ലാം വിളിച്ചു കൂട്ടി വീഞ്ഞു കൊടുക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടി ആർക്കും കൊടുക്കാനില്ലാതെ അവർക്ക് വീഞ്ഞില്ല. ഈ സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു അമ്മ അവിടെ ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ജീനിയസ് ഓഫ് വുമൺ എന്ന സഭയുടെ പ്രബോധനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് പോലെ, അതായത് സ്ത്രീത്വത്തിന്റെ മഹിമ എന്ന് പറയുന്നത് 1988 ജോൺ ബെർണാഡ് മാർപ്പാപ്പ ഇറക്കിയ മുളിയേരി സ്പീക്കിംഗ് എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഉണ്ട്. അതിനകത്ത് പ്രയോഗിക്കുന്ന വാക്കാണ് സ്ത്രീത്വത്തിന്റെ മഹിമ, ജീനിയസ് ഓഫ് വുമൺ, സ്ത്രീയുടെ ബുദ്ധി, സ്ത്രീയുടെ പ്രതിഭ എന്നൊക്കെ പറയാം.
അവിടെ നമ്മൾ കാണുന്നത് ഈ മാതാവുണ്ട്. ഈ കുടുംബം തകർച്ചയുടെ വക്കിലാണെന്നാണ് ഈ അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ ആറ്റുകാരെ വിളിച്ച് വിവരം അറിയിച്ചില്ല. പാണന്റെ വാട്ടുപോലെ വാടി നടന്നില്ല. നിങ്ങൾ അറിഞ്ഞോ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളെന്നും അമ്മ അതിന് പറഞ്ഞു. ആ കുടുംബത്തെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വാക്കുമോളില്ല. അമ്മ മകനോട് പറഞ്ഞു, മകനെ നീ ഇറങ്ങി പ്രവർത്തിക്കണം. തകർന്ന കുടുംബത്തെ തമ്പുരാന് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് നീ ഇറങ്ങേണ്ട സമയമായി. മകൻ സംശയം, ഇറങ്ങണമെന്ന്. പ്രശ്നമില്ല, ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഈ മകൻ ഇറങ്ങുന്നത് കാണുന്ന ആ തകർന്ന കുടുംബത്തെ തമ്പുരാനോട് ചേർന്ന് ഇവിടെ എന്താ സംഭവിച്ചത്? അതായത് പറഞ്ഞു, ഈ കാരുണ്യം എന്ന് പറയുന്നത് അർഹത കൊടുക്കുക എന്നുള്ളതല്ല. ആവശ്യം കാണുന്ന കണ്ണുണ്ട് എൻ്റെ അമ്മയ്ക്ക്, സങ്കടം കേൾക്കുന്ന ചെവിയുണ്ട് എൻ്റെ അമ്മയ്ക്ക്, നൊമ്പരം കാണുന്ന ഹൃദയമുണ്ട് എൻ്റെ അമ്മയ്ക്ക്. ഇതാണ് ഈ കാരുണ്യം. മറ്റുള്ളവരുടെ മുമ്പിൽ, ആവശ്യക്കാരുടെ മുമ്പിൽ അപ്പമായി തീരുക എന്നുള്ളതാണ് ഈ കരുണ എന്ന വാക്കിന്റെ അർത്ഥം. ആവശ്യക്കാരുടെ മുമ്പിൽ ചാരിറ്റബിൾ ജസ്റ്റിസ് എന്ന വാക്ക് കൊടുക്കുക, നീതിയിൽ കരുണ കലർത്തുക. അതാണ്, അല്ലാതെ അർഹത നോക്കുന്നതല്ല. അർഹത നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന അനുസരിച്ചാണ് അർഹത. അത് കൊടുക്കാതിരിക്കുക. ഇനി അന്ത്യവിധിയുടെ മാനദണ്ഡം എന്താ? അർഹതകൾക്ക് കൊടുത്തോ എന്നല്ല ചോദിച്ചത്. അന്ത്യവിധിയുടെ മാനദണ്ഡം ആവശ്യക്കാരുടെ മുമ്പിൽ അപ്പമായി തീർന്നോ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. അവിടെ 6 മൊഡ്യൂളിൽ നിന്നാണ് ചോദ്യം വന്നത്. 1, അപ്പത്തിന്റെ മൊഡ്യൂൾ. വിശക്കുന്നവരുടെ മുമ്പിൽ അപ്പമായി തീർന്നോ? 2, വിശക്കുന്നവരുടെ മുമ്പിൽ കുടിക്കാൻ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയോ? 2ാമത്തെ മൊഡ്യൂൾ. 3ാമത്തത് രോഗിയുടെ മുമ്പിൽ മരുന്നാകാൻ പറ്റിയോ, സൗഖ്യമാകാൻ പറ്റിയോ? 4, വസ്ത്രത്തിന്റെ മുമ്പിൽ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാൻ പറ്റുമോ? ആയി തീർന്നു. 5ാമതായിട്ട് പറഞ്ഞ് ജയിലിൽ കിടക്കുന്ന മനുഷ്യരുണ്ട്, അവരെ ജയിലിലാക്കിയവരുണ്ട്, അങ്ങനെ സാഹചര്യങ്ങളുണ്ട്, അവരെ സന്ദർശിക്കാനായിട്ട് പറ്റിയോ? 5ാമത്തെ മൊഡ്യൂൾ. 6ാമത്തെ മൊഡ്യൂൾ എന്താ പറയുന്നത്? വേരില്ലാത്ത മനുഷ്യരുണ്ട് സമൂഹത്തിൽ, വലിയ ബലമില്ലാത്ത, കേന്ദ്രത്തിൽ പിടിയില്ലാത്ത മനുഷ്യരുണ്ട്, ദുർബലരായ മനുഷ്യർ, അവസരവാർത്തരും ആലംബഹീനരുമായ മനുഷ്യരുണ്ട്, അവർക്ക് പിടിയില്ലെന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്തോ. ഈ 6 മൊഡ്യൂളാണ്, കാരുണ്യമാണ് ദൈവം തമ്പുരാന്റെ മുമ്പിൽ തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല. ഞാൻ എത്ര പ്രസംഗിച്ചു, ഞാൻ എത്ര പുസ്തകം എഴുതി, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഒന്നും തമ്പുരാന്റെ മുമ്പിൽ ദൈവം വിലമതിക്കുന്നത് യാവേ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആയിത്തീരുക എന്നാണ്. മോശയോട് ദൈവം ചോദിച്ചു, മോശ ദൈവത്തോട് ചോദിച്ചു, ഞാനാണെന്നാ പറയുന്നത്. അവൻ പറഞ്ഞു, ഞാൻ യാവയാണ്. ആയിത്തീരുന്നവൻ എന്ന വാക്കിന്റെ അർത്ഥം യാവേ സമം ആയിത്തീരും, ദൈവം സമം ആയിത്തീരുന്നവൻ. അപ്പോൾ ദൈവം സ്നേഹമാണെന്നാണ് ബൈബിൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ ശരിക്കും നമ്മളെ മനസ്സിലാക്കിയാൽ ഗോഡ് ഈസ് മൈ കപ്പാസിറ്റി ടു ലവ്. എന്നെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കാനുള്ള കഴിവാണ്. ഗോഡ് ഈസ് മൈ കപ്പാസിറ്റി ടു ലവ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ദൈവം ആരെന്ന് ചോദിച്ചാൽ എന്നെ സ്നേഹിക്കാനുള്ള കഴിവാണ്. ചുരുക്കി പറഞ്ഞാൽ കാരുണ്യം കാണിക്കാനുള്ള കഴിവാണ്. ഫേസ് ഓഫ് മെർസി, കാരുണ്യത്തിന്റെ മുഖം ദൈവം തന്നെയാണ്. അതുകൊണ്ട് അർഹത നോക്കാനല്ല പറയുന്നത്, ആവശ്യക്കാരുടെ മുമ്പിൽ അപ്പമായി തീർന്നോ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. അർഹത നോക്കാനല്ല, അർഹതയുടെ കാര്യമല്ല, അത് ലീഗൽ ജസ്റ്റിസ് ആണ്. അത് നമ്മൾ 10 രൂപയ്ക്ക് 10 രൂപ കൊടുത്തു, 10 രൂപ നാരങ്ങ വെള്ളം മേടിച്ചിട്ട് 10 രൂപ കൊടുത്തില്ലെങ്കിൽ പോലീസ് പിടിക്കും. അതല്ല, പോലീസ് പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞു. ഈശോ മിശിഹ പഠിപ്പിച്ചത് ആവശ്യക്കാരുടെ മുമ്പിൽ അപ്പമായി തീരാൻ പറ്റിയോ? രാവിലെയും മണിക്ക് വന്നു, അവനും വേണം 1 ദിവസത്തെ കൂലി. ഉച്ചയ്ക്കും പണി അന്വേഷിച്ച് വന്നാൽ അവൻ വൈകി എന്തോ കാരണത്താൽ അവൻ വന്നു ഉച്ചയ്ക്ക, അവനും കിട്ടണം 1 ദിവസത്തെ കൂലി. അവനാലും അവൻ 1 ദിവസം ചെലവ്. ആവശ്യം കാണുന്ന കണ്ണാണ് വേണ്ടത്, സങ്കടം കേൾക്കുന്ന ചെവിയാണ് വേണ്ടത്, നൊമ്പരം മനസ്സിലാക്കണം. അതാണ് ഈ പരിശുദ്ധ കന്യാമറിയം കാനായിലെ കല്യാണ വിരുന്നിൽ കാണുന്ന മാതൃത്വത്തിന്റെ മുഖം എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, മാതാവ് പറയുന്നുണ്ടല്ലോ, അവൻ പറയുന്നത് ചെയ്യുമെന്ന് പറഞ്ഞ് പോകുവായി. നാവടക്കി പണിയെടുത്തവളാണ് പരിശുദ്ധി അമ്മ. അതുകൊണ്ട് ഈ സന്യാസ ജീവിത വർഷത്തിൽ നമ്മൾ ഈ മാതാവിനെ പറ്റിയുള്ള ചിന്തയോടുകൂടി ഞാൻ സമാപിക്കാൻ ആഗ്രഹിക്കുന്നത്, കാരുണ്യത്തിന്റെ മുഖമാണ് ഈ മാതാവ്. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ അവളെ ഉയർത്തി വെച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭ ഹൈപ്പർ ധൂലിയ എന്ന് പറയുന്ന പൊസിഷൻ കൊടുത്ത് ഈശോ മിശിഹായ്ക്ക് ശേഷം സഭയിൽ ഏറ്റവും കൂടുതൽ ആരാധനയല്ല, വെനറേഷൻ, ബഹുമാനത്തോട് ആദരവോടും കൂടി പരിശുദ്ധി അമ്മയെ കാണുന്നതിന്റെ കാരണം ഇവളാണ് സാക്ഷാൽ അമ്മ. മറ്റൊരു കണ്ണിൽ കണ്ണുനീര് നിറയരുതെന്ന് ആഗ്രഹിച്ചവളാണ് അമ്മ. മറ്റൊരു കണ്ണിൽ കണ്ണുനീര് കാണുമ്പോൾ അതുകൊണ്ട് സന്തോഷിക്കുന്നവൾ അമ്മയല്ല, മാതൃത്വമല്ല, സ്ത്രീത്വമല്ല. അതുകൊണ്ട് മാതാവിനെ പേരുന്ന കൃപാപൂരിതയായ അമ്മ. അതുകൊണ്ട് മാതൃമുഖം എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ മുഖം പേരുന്ന പരിശുദ്ധി അമ്മയാണ് ഈ കാനായിലെ കല്യാണം. ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ നിന്നാവുകയാണ്. പരിശുദ്ധി അമ്മയെ ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു
എന്ന് പറഞ്ഞാൽ ഈ അമ്മയെ നമ്മൾ നാൽത്താളിൽ വണങ്ങുന്നതിന്റെ കാരണം അവൾ കാരുണ്യത്തിന്റെ മുഖം പേർന്നവളാണ്. ഇത്രയും വർഷമായിട്ട് ഈ സന്യാസ സമൂഹത്തിൽ ജീവിച്ച എന്നെ പറ്റി മറ്റുള്ളവർക്ക് പറയാൻ പറ്റുമോ ഒരു മനുഷ്യത്വമുള്ള കാരുണ്യമുള്ള ഒരു മുഖമാണ് എന്ന്? അങ്ങനെയെങ്കിൽ സഫലം ഈ യാത്ര. ഇങ്ങോട്ട് പോകുന്നതിന് എന്തെങ്കിലും അർത്ഥമായി, ഇല്ലെങ്കിൽ ഇല്ലത്തെന്ന് പുറപ്പെടുകയും ചെയ്തു. അമ്മ തൊട്ട് എത്തിയുമില്ല. എന്തുകൊണ്ടാണ് വൊക്കേഷൻ എല്ലാവരും വരാത്തത്? ചൂടായ ഓവനിൽ ആരും കൊണ്ടുപോയി തല വയ്ക്കാറില്ല. പൊള്ളുന്നതായി സഭയുടെ ഭാഷയിൽ പറഞ്ഞാൽ, വിത്തക്കോൺസെക്രാത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ സമർപ്പിച്ചത് നല്ലതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ അറിഞ്ഞുകൊടിയാതെ പറയുന്നത് ഇത്രയും മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം ഉണ്ടാകുന്ന ആൾക്കാരെന്നൊക്കെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഒരു പഠനം നടന്നിട്ടുണ്ട്. അൽമായ സഹോദരങ്ങള് അഭിഷിക്തരെ പറ്റി, സന്യസ്തരെ പറ്റി നടത്തിയ പഠനം നടത്തിയിട്ടുണ്ട്. ആ നടത്തിയ പഠനത്തിൽ 4 ഒബ്സർവേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, ഇൻഹ്യൂമൻ ഇൻ അപ്രോച്ച്. നമ്മുടെ പ്രവർത്തന രീതികളിൽ വിമർശനങ്ങളൊക്കെ വിശദീകരിക്കാനുള്ള മാർഗങ്ങളാണ്. അതുകൊണ്ടാണല്ലോ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, ദാവീദിനെ തെറി പറഞ്ഞ അവസരത്തിൽ ദാവീദിന്റെ കൂട്ടുകാരൻ പറഞ്ഞു, അല്ലെങ്കിൽ ആ പട്ടാളക്കാരൻ പറയുന്നുണ്ട്, മറ്റൊന്ന് തലവെട്ടി കളയട്ടെ എന്ന് ചോദിച്ചു. ദാവീദിനെ വിമർശിച്ചവനെ തലവെട്ടി കളയട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ ദാവീദിൽ അടിസ്ഥാന നന്മയുള്ള മനുഷ്യനായിരുന്നു. ദാവീദ് പറഞ്ഞു, തലയൊന്നും വെട്ടാൻ പോകേണ്ട, ദൈവം പറയാതെ ഒരുത്തിനത് പറയാൻ പറ്റിയാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? വിമർശനങ്ങളൊക്കെ വിശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങളാണ്. ഇനിയെങ്കിലും കത്തോലിക്ക സഭയിലും നമ്മുടെ സഭാ ജീവിതത്തിലുമൊക്കെ വിമർശനങ്ങൾ ഒരു വ്യക്തി അന്യായമായി വിമർശിക്കുന്ന നല്ല വിമർശനം, ഒരു വ്യക്തിയുടെ കുഴപ്പങ്ങൾ വിളിച്ച് പറയുന്നതല്ല, അത് ഹൈപ്പർ ക്രിറ്റിസിസമാണ്. വിമർശനം സുവിശേഷമാണ് ഏറ്റവും നല്ല വിമർശനം. നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തിന്റെ കണ്ണാടിയുടെ മുമ്പിലൂടെ നമ്മളെ തന്നെ നോക്കുന്ന വിമർശനമാണ്. അതുകൊണ്ട് വിമർശനങ്ങളൊക്കെ വിശുദ്ധീകരിക്കാനുള്ള സാങ്ക്ടിഫൈങ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ തിരിച്ചറിയുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാരുണ്യത്തിന്റെ മുഖം പേർന്ന അമ്മയുടെ മുമ്പിൽ, കാരണം ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും പരിശുദ്ധി അമ്മയോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, ജപമാല ചെല്ലുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. അതുകൊണ്ട് ഓരോ ജപമണി ഉരുട്ടുംപടി അമ്മയെ മാതാവേ കാരുണ്യത്തിന്റെ മുഖം, ഫേസ് ഓഫ് മെർസി, ഒരിത്തിരിയെങ്കിലും എനിക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ കാരുണ്യമില്ലാതെ പെരുമാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും അത് ഒഴിച്ചിട്ട് പോകാമെങ്കിൽ അതും ഈ ഭൂമിയിൽ കിട്ടാവുന്ന വലിയൊരു ഭാഗ്യമാണ്. കാരണം ഹൃദയമുള്ളതിന്റെ ലക്ഷണമാണ് കണ്ണുനീരുണ്ടാകുക എന്ന് പറയുന്നത്. ഹൃദയമുള്ളതിന്റെ ലക്ഷണം. അതുകൊണ്ട് ഈ പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സന്യാസം സാക്ഷ്യത്തിനാണെന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് ഞാനിവിടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്. എന്റെ സമയവും തീരുകയാണ്. നമ്മൾ ചുരുക്കുകയാണ്, സന്യാസം സമം സാക്ഷ്യ ജീവിതം. ഇറ്റ് ഈസ് എ ക്രിസ്ത്യൻ റാഡിക്കൽ കമ്മ്യൂണിറ്റി ലൈഫ്. ഓരോരുത്തരും അങ്ങനെയും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പം ഇറ്റ് ഈസ് എ പ്രോഫറ്റിക് ലൈഫ് ഓഫ് റാഡിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയും. അതായത് പ്രോഫറ്റിക് കമ്മ്യൂണിറ്റി ഓഫ് റാഡിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. സന്യാസ സമൂഹത്തെ ഇന്ന് സഭ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് എ പ്രോഫറ്റിക് കമ്മ്യൂണിറ്റി ഓഫ് റാഡിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. റാഡിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസം വെള്ളം ചേർക്കാതെ ദൈവജനത്തിന് കാണാവുന്ന വിധത്തിൽ വിസിബിൾ എക്സ്പ്രഷൻ ആയിട്ട് ജീവിച്ചു കാണിക്കുക. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഈ പുതുപ്പള്ളി ഇവിടെ അടുത്തുള്ള റബ്ബർ ബോർഡ്, ഇവിടെ എല്ലാവരും റബ്ബർ നട്ടിട്ടുണ്ട്. നമ്മൾ ആ റബ്ബർ ബോർഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കയറി ചെല്ലുക. നേരത്തെ നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്ത് ചെല്ലുകയാണെങ്കിൽ നമ്മൾ അവിടെ കയറി ചെല്ലുന്ന സമയം തൊട്ട് അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. റബ്ബർ കൃഷി എങ്ങനെ ചെയ്യണം, റബ്ബറിന്റെ പ്രോഡക്ട്സ് എന്താണ്, പുതിയ കൃഷി രീതികൾ എന്തൊക്കെയാണ്, റബ്ബർ പ്രോസസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ലോകത്തിൽ റബ്ബറിനെ പറ്റി നടന്നുള്ള എല്ലാ ഗവേഷണ കാര്യങ്ങളും അത്യാവശ്യം അവർ നമുക്ക് പറഞ്ഞു തരും. റബ്ബർ ബോർഡുകാർ നമ്മൾ റബ്ബർ നടത്തില്ല. എന്നാൽ റബ്ബർ ബോർഡിൽ ഇരിക്കുന്നവർ എന്തിനു വേണ്ടിയിട്ടാണ്? റബ്ബർ കൃഷി ചെയ്യുന്ന മുഴുവൻ ജനത്തെയും ഇൻസ്പയർ ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടാണ് റബ്ബർ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുപോലെ കത്തോലിക്ക സഭയിൽ ഒരു സന്യാസമുഖം ആയിരിക്കുന്നതിനായി എന്ന് ചോദിച്ചാൽ, ദൈവജനത്തെ ഒരു പ്രത്യേക മേഖലയിൽ, ദിവ്യകാരുണ്യത്തിന്റെ മേഖലയായിരിക്കാം, ദാരിദ്ര്യത്തിന്റെ മേഖലയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടുംബജീവിതത്തിനായിരിക്കാം, ഓരോ സഭയ്ക്കും കിട്ടിയിരിക്കുന്ന കാര്യസ്ഥത്തിന്റെ അനുസരിച്ച് ദൈവജനത്തിന് പ്രേരണയും പ്രചോദനവും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സന്യാസ സമൂഹങ്ങൾ സഭയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഉയർത്തി വെച്ചിരിക്കുന്ന പ്രേരണയ്ക്കാണ്, പ്രചോദനത്തിനാണ്. ഇത് നേതൃത്വത്തിൻ്റെതാണ്, ഇത് മുമ്പിൽ നിൽക്കേണ്ടതാണ്, ഇത് സാക്ഷ്യത്തിൻ്റെതാണ്. അതായത് മിശിഹായുടെ പരിമളമായി തീരുക, ആയിരിക്കുന്ന സ്ഥലത്ത് അത് മറ്റൊന്നുമല്ല, അല്പം പുളിമാവ് മുഴുവൻ പിണ്ടത്തെയും കുളിപ്പിക്കുക. മറ്റൊന്ന് വഴിവിളക്കായി തീരുക. നമ്മൾ കാണുന്ന കപ്പല്, ഈ കടൽ തീരത്തെ ലൈറ്റ് ഹൗസും, ഈ ലൈറ്റ് ഹൗസിന്റെ ഒരു ഉദ്ദേശം എന്തായെന്ന് ചോദിച്ചാൽ, അവിടെ വരുന്ന കൊച്ചു കപ്പലുകള്, കൊച്ചു വള്ളങ്ങള്, വഞ്ചികള്, ഇതെല്ലാം കരയ്ക്കടിക്കണമെങ്കിൽ ഒരു വെട്ടവും വെളിച്ചവും കൊടുക്കണം. ഇതുപോലെ നമ്മുടെ അമ്മതങ്ങന്മാർ ഉൾപ്പെടുന്ന സഹോദരീ സഹോദരന്മാർ ഉൾപ്പെടുന്ന അൽമായ സമൂഹത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട്, മുമ്പിൽ നിന്നുകൊണ്ട് യേശുവിലേക്ക് നോക്കുക.
മറിയത്തിലേക്ക് നോക്കുക, വിശുദ്ധരിലേക്ക് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിത മാതൃക കൊണ്ട് അവർക്ക് പ്രേരണയും പ്രചോദനവും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സന്യാസം, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല സന്യാസമുകൾ. അല്ലാതെ ഏതെങ്കിലും ഫംഗ്ഷൻ നടത്തുമ്പോഴാണ്, നല്ലൊരു പ്രൊസക്ഷൻ നടത്താൻ വേണ്ടിട്ടോ ഇനി ഒന്നുമല്ല എന്നുള്ള പച്ച പരമാർത്ഥം ഇനിയെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ സന്യാസ വർഷം നമ്മൾ തിരിച്ചറിയണം. അഴുക്കിൽ നിന്നും അഴകിലേക്കുള്ള ഒരു യാത്രയാണ് ഇത്. അതായത് മനുഷ്യത്വത്തിൽ വളർന്നവർക്ക് മാത്രമേ സന്യാസം പറ്റൂ. വളർന്നവർക്കും വലുതായവർക്കും മാത്രമുള്ളതാണ് സന്യാസം. ഈ കൊച്ചു മനുഷ്യർക്കുള്ള വലിയ കാര്യമല്ല ഇത്. വലിയ കാര്യം, വലിയ മനുഷ്യർക്കുള്ള വലിയ കാര്യം തന്നെയാണ് സന്യാസം. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഇന്ന് ഈ സന്യാസ സമൂഹത്തിലുണ്ടായ അവലയങ്ങളുടെ ഒരു കാരണം ഈ താമ്പോറിൽ വേണ്ട വിധത്തിൽ ഇരിക്കാതെ താഴ്വരയിൽ ഇറങ്ങിപ്പോയതാണ് പ്രശ്നത്തിന് കാരണം. ഇന്ന് കേരള സഭയിൽ സംഭവിച്ചിരിക്കുന്ന സന്യാസത്തിനെ പറ്റി 2 ഹാർഡ് ഡിസ്ക്, സന്യാസത്തിലെ ഹാർഡ് ഡിസ്കിൽ ബാധിച്ച 2 വൈറസുകൾ മണിക്കൂറിൽ പറയാനുള്ള ഞാൻ പറഞ്ഞു ഒതുക്കിക്കോളാം ഉടൻ തന്നെ. അത് 2 വൈറസുകൾ. ഒന്നാമത്തെ വൈറസ് സന്യാസത്തെ അവഗണിച്ച പ്രേക്ഷിതത്വം. സന്യാസത്തെ വേണ്ടെന്ന് വെച്ചു പ്രേക്ഷിതത്വം. എവിടെ കൊച്ചുമണി ആസ്പെൻസി കൊച്ചുമണി ചോദിച്ചു, എന്തിനാ പോകുന്നത്? മടത്തിക്കാണ്. എന്തിനാ ചെയ്യുന്നത്? സ്കൂളിൽ പഠിപ്പിക്കണം. നീ എന്തിനാ പോകുന്നത്? എനിക്ക് നേഴ്സാകണം, ഡോക്ടറാകണം. സന്യാസത്തെ അവഗണിച്ച പ്രേക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ എന്തായിട്ട് കാണുന്നു? ഇൻകം ഏണിംഗ് സോഴ്സ് ആയിട്ട് മാത്രം കാണുന്നു. എത്ര പേരുണ്ട് വിദേശത്ത്? ഞങ്ങൾക്ക് 25 പേരുണ്ട് പറഞ്ഞു. ഞങ്ങളുടെ പ്രോവിൻസിൽ 15 പേരുണ്ട്, 10 പേരുണ്ട്. ആൾക്കാരെന്ന് പറയുന്ന മെമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ഇൻകം ഏണിംഗ് സോഴ്സ് ആയിട്ട് മാറുന്നു. സന്യാസത്തെ അവഗണിച്ച പ്രേക്ഷിതത്വം അധികം കാലം ഒന്നും മുന്നോട്ട് പോകില്ല. ആൾക്കാർ അവിടെ ആരായിട്ട് മാറും? ഇൻകം ഏണിംഗ് സോഴ്സ് ആയിട്ട് മാറും. ആൾക്കാരുടെ വേദനയോ വിഷമോ ബുദ്ധിമുട്ടോ ഒന്നുമല്ല പ്രശ്നം, സഭയ്ക്ക് കാശ് കിട്ടാനുള്ള മാർഗങ്ങളായിട്ട് മാറുന്നു. ഇതാണ് സഭയുടെ ഹാർഡ് ഡിസ്കിൽ ബാധിച്ചിരിക്കുന്ന ഒന്നാമത്തെ. വിദേശ രാജ്യങ്ങളിലേക്കുള്ള സ്വപ്നങ്ങൾ, വിദേശത്തെ നമ്മളെടുക്കുന്ന പുതിയ പ്രേക്ഷിത മേഖലകള്, ലാഭം കിട്ടുന്നതല്ലാത്തത് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഈ കമ്പോളവൽക്കരണത്തിന്റെ ഈ നേട്ടത്തിൽ നോട്ടം വെച്ചുകൊണ്ടുള്ള ഓട്ടമാണ് സന്യാസത്തെ അവഗണിച്ചുകൊണ്ടുള്ള പ്രേക്ഷിതത്വം. അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള പ്രേക്ഷിത മേഖലയിലേക്ക് പോകാനായിട്ട് താല്പര്യം. ചില സന്യാസ സമൂഹങ്ങൾ ക്ഷയിച്ചിരിക്കുന്ന ഒരു വലിയ സന്യാസ സമൂഹം, അവരുടെ സന്യാസ സമൂഹത്തിൽ അവർക്ക് അതായത് ദൈവശാസ്ത്രം പഠിപ്പിക്കാനായിട്ടുള്ള വ്യക്തികൾ പോലുമില്ല. കാരണം എന്തായിരിക്കും? ആർക്കും ദൈവശാസ്ത്രം പഠിക്കാൻ താല്പര്യമില്ല. എല്ലാവർക്കും വേണ്ടത് MBAയും വേണം, MCAയും വേണം, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ വേണം. ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വേണ്ട എന്നുകൊണ്ട് സന്യാസത്തെ അവഗണിച്ച പ്രേക്ഷിതത്വം അധികകാലം മുന്നോട്ട് പോകില്ല. ചരട് പൊട്ടിയ വട്ടം പോലെ തകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സന്യാസത്തെ അവഗണിച്ച പ്രേക്ഷിതത്വം ഒന്ന്. രണ്ടാമത്തത് പ്രേക്ഷിതത്വത്തെ അവഗണിച്ച സന്യാസം. ഇടവകയിലെ പ്രാർത്ഥനാ മീറ്റിങ്ങിന് പോകാൻ ഞങ്ങൾക്ക് സമയമില്ല, പ്രേക്ഷിതത്വം ഒന്നും വേണ്ട, ഞാനും എന്റെ ഈശോയുടെ കൂടി വട്ടം കൂടി അവിടെ ഇരുന്നോളാം. ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ ഹൗസ്, ഞങ്ങളുടെ ആന്തൂര്യമേ എന്റെ രക്ഷ എന്റെ കൈകളില്, ആന്തൂര്യത്തിന് ചോട്ടിൽ മാറ്റിക്കൊണ്ട് ഞാനും എന്റെ സ്കൂളുമായിട്ടാണ് ഇരുന്നേച്ചാൽ മതി. അതാണ് പ്രേക്ഷിതത്വത്തെ അവഗണിച്ച സന്യാസം. ഇതും ക്ഷയിക്കും. ഇത് രണ്ടിനും തമ്മിൽ കാരണം ഈ പ്രകൃതിക്ക് നിയമമുണ്ടല്ലോ, എവരി ആക്ഷൻ കാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുകൊണ്ട് ഈ സന്യാസവും ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇന്ന് ഈ തരത്തിൽ വന്നെങ്കിൽ ഒത്തിരി വിദേശ സന്യാസമുകൾ നമ്മുടെ നാട്ടിൽ വന്നു. അവർക്കും വരുന്നതാണ് ഈ 2 മേഖലകൾ അവർ ശ്രദ്ധിക്കാൻ കൂടി അവരുടെ സന്യാസ സമൂഹത്തിന്റെ ക്ഷയം ആരംഭിച്ചു. ഏത് സന്യാസവും തന്നെയാണ്. കേരളത്തിലെ ഇത്രയും സന്യാസങ്ങൾ ഓരോന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. അവരുടെ എല്ലാ വൈറസിൽ ഇന്ന് ഹാർഡ് ഡിസ്കിൽ ഈ വൈറസ് ധരിക്കുക. ശരിയായിട്ടുള്ള ആന്റി വൈറസ് പ്രോഗ്രാം ഇട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കാലാനുകാലങ്ങളിൽ നവീകരിക്കുന്നില്ല എങ്കിൽ ഇന്ന് സന്യാസ സമൂഹങ്ങൾ ഈ തരത്തിലേക്ക് മാറാൻ സാധിക്കും. ഉടുപ്പിട്ട ചേട്ടന്മാരുടെയും ഉടുപ്പിട്ട ചേട്ടത്തിമാരുടെയും കൂട്ടായ്മയായിട്ട് മാറും. സ്നേഹിക്കാൻ വേണ്ടി വ്രതമെടുത്ത ബ്രഹ്മചാരികളുടെ കൂട്ടായ്മയ്ക്ക് പകരം കല്യാണം കഴിക്കാത്ത ചേട്ടന്മാരുടെയും കല്യാണം കഴിക്കാത്ത ചേട്ടത്തിമാരുടെയും കൂട്ടായ്മയായി മാറും. സ്നേഹിക്കാൻ അറിയാത്ത, ചിരിക്കാൻ അറിയാത്ത, കരയാൻ അറിയാത്ത, കാരുണ്യത്തിന്റെ ഭാവം നഷ്ടപ്പെട്ടു പോയ, ചെറുപുഞ്ചിരി പോലും നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് മണ്ട പോയ തെങ്ങിന്റെ അവസ്ഥയാണ്. കൽപ്പവൃക്ഷമായിരുന്നു, പക്ഷെ അതിന്റെ മണ്ട പോയി, അല്ലെങ്കിൽ മണ്ടരി ബാധിച്ചു. അപ്പൊ കേരളത്തിലെ സന്യാസങ്ങൾക്ക് മണ്ടരി ബാധിച്ചു എന്ന് പറയുന്നത് അതിശയോക്തി പറയുന്ന കാര്യമൊന്നുമല്ല. ശ്രദ്ധ വലിച്ചാൽ അപകടം ജനിക്കും എന്നുള്ള വലിയ മുന്നറിയിപ്പ് കൂടി നമുക്ക് തീർക്കുകയാണ്. അതുകൊണ്ട് ഈ ചിന്തയെ ഞാനിവിടെ സമാപിപ്പിക്കുകയാണ്. സന്യാസം എന്തിനെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഗീതാ കോൺസെക്രാത്തയുടെയും ഉണരുക ഉണർത്തുക എന്ന് പറയുന്ന ഈ പ്രത്യേകിച്ച് സന്യാസ വർഷത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രബോധന രേഖയുടെയും വെളിച്ചത്തിൽ കത്തോലിക്ക സഭയിൽ സന്യസ്തർക്ക് ദൗത്യമുണ്ട്. അത് സഭയെ ജനത്തെ ഉണരുക, ജനത്തെ ഉണർത്തുക. അതിനുവേണ്ടി ആദ്യം സ്വയം ഉണരുക, മറ്റുള്ളവരെ ഉണർത്തുക.
നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് മുമ്പിൽ പോയി വെറുതെ നിൽക്കാനുള്ളതല്ല, മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിക്കാനാണ്. പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക. മുമ്പിൽ നിന്ന് സാക്ഷ്യം വഹിക്കുക, സമൂഹമായിട്ട് സാക്ഷ്യം വഹിക്കുക. പ്രവാചക വിളിയാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോഫറ്റിക് കമ്മ്യൂണിറ്റി ഓഫ് റാഡിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യ ജീവിതം അതിന്റെ തനിമയിൽ ജീവിച്ച് കാണിക്കാനുള്ള അതിമനോഹരമായ ഒരു വിളിയാണ്. അതുകൊണ്ടാണ് പട്ട ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നത്, എത്ര സമുന്നതം ഇന്ന് പുരോഹിത. അത് മനസ്സിലാക്കിയെങ്കിൽ ഇത്രയും ശ്രേഷ്ഠമായ ഒരു ജീവിത അവസ്ഥയില്ല എന്നുള്ള വലിയ ഒരു തിരിച്ചറിവ്. അതുകൊണ്ട് ഈ പൗരോഹിത്യത്തിന് ഇറക്കമുണ്ടാകണമെങ്കിൽ, സന്യാസത്തിന് ഇറക്കമുണ്ടാകണമെങ്കിൽ, കറകളഞ്ഞ സ്ത്രീത്വത്തിലെ സന്യാസം വിടരൂ, കറകളഞ്ഞ പുരുഷത്വത്തിലെ പൗരോഹിത്യം വിടരൂ. പാഠമൊന്ന് മനുഷ്യത്വം, പാഠമൊന്ന് ഈ വർഷത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യത്വവും കരുണയുമാണ് ദൈവവാഗ്ദാനം. അതാണ് ദൈവം, ദൈവികത. ഇരണയോസ് മുനിവാദം പഠിപ്പിച്ചു, ഒരു വ്യക്തി എന്തുമാത്രം ദൈവികതയുണ്ടെന്നുള്ളതാണ് ആസിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്തുമാത്രം ഹ്യൂമൻ ആകുന്നു എന്നുള്ളതാണ്. ബീയിങ് ഹ്യൂമൻ ഈസ് ദ റിയൽ റിഫ്ലക്ഷൻ ഓഫ് ജെന്യുവിൻ ഡിവിനിറ്റി. ദൈവികതയുടെ യഥാർത്ഥ ലക്ഷണം എന്ന് പറയുന്നത് മാനുഷികതയുടെ തിരയിളക്കത്തിലാണ്, മാനുഷികതയുടെ തിളക്കത്തിലാണ് ദൈവികതയുടെ പ്രതിഫലനം എന്നുള്ള ഒരു വലിയ സത്യം നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ഈ നല്ല അവസരത്തിന് ഇതുപോലെ വലിയ പ്രബുദ്ധമായ ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് ഈ എളിയവനായ എന്നെ വിളിച്ച നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും പറഞ്ഞുകൊണ്ട്, സന്യാസം സാക്ഷ്യത്തിനാണ്. ഉണരുക, ഉണർത്തുക. ഉറക്കുപാട്ട് കേട്ട് ഉറങ്ങാതെ ഉണർത്തുപാട്ട് കേട്ട് ഉണരുക. നിനക്ക് നൽകുവാൻ തിളച്ച വാളുകൾ, മനം കടഞ്ഞെടുത്ത നേരുകൾ. ഉറച്ചു നീങ്ങി കുതിച്ചു വായുക, ഉറഞ്ഞ പാതയിൽ എരിഞ്ഞു വായുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.